السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. തുടക്ക വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഫലപ്രദമായ ഫതുഹുൽ ഖയ്യൂം എന്ന ഇമാം മുൻതഖബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറു കൃതി 38ഓളം പദ്യ ശകലങ്ങളാണ്. അത് ഒരൽപാൽപമായി എൻ്റെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൈത്ത് 1. അൽഹംദുലില്ലാഹിൽ അലിയിൽ ബാരി അൽ മുഅ്മിനിൽ മുഹൈമിനിൽ ജബ്ബാരി. അൽഹംദു സർവസ്തുതികളും ലില്ലാഹി അല്ലാഹു തആലാക്ക് മാത്രം അർഹമായതാകുന്നു, അല്ലാഹു തആലാക്ക് മാത്രമുള്ളതാകുന്നു. സർവസ്തുതി, സ്തുതികളാകെ നാരണമാണ്. അല്ലാഹു അല്ലാഹനെ സ്തുതിക്കുന്നു, സൃഷ്ടികൾ സൃഷ്ടികളെ സ്തുതിക്കുന്നു, സൃഷ്ടികൾ അല്ലാഹനെ സ്തുതിക്കുന്നു, അല്ലാഹു സൃഷ്ടികളെ സ്തുതിക്കുന്നു. എല്ലാ സ്തുതികളും അല്ലാഹുവിനെയാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിക്ക് അർഹമായ അദ്ദേഹത്തിന്റെ ഏത് വിശേഷണമുണ്ടോ അതൊക്കെ അല്ലാഹു നൽകിയതാണ്. ഈ നിലക്ക് എല്ലാ സ്തുതികളുടെയും യഥാർത്ഥ അർഹത അള്ളാഹുവിനാണ്. എങ്ങനത്തെ അല്ലാഹു അൽ അലിയി മേലയായവനായ. അൽഹംദു മുബ്തയാണ്, ലില്ലാഹി ജാറം ജുറൂർ ഖബറാണ്, താലൂക്ക് മഅദൂഫിനോട് സാബിത്തുൻ. അൽ അലിയി മേലയായ സിഫത്താണ്. ഉലുവ് എന്നതിൽ നിന്ന് ഫഈൽ വസ്നാണ് അലിയ് മേലയായ. പിന്നെ എങ്ങനത്തെ അല്ലാഹു അൽ ബാരി സർവത്തിനെയും സൃഷ്ടിച്ചവനായ. ബറഅ എന്നാൽ സൃഷ്ടിച്ചു, അതിന്റെ ഇസ്മു ഫൈലാണ് ബാരി എന്നാണ്ടാകുക. ഹംസന യാഅക്കും അൽ ബാരി സൃഷ്ടിച്ചവനായ. പിന്നെ എങ്ങനത്തെ അല്ലാഹു അൽ മുഅ്മിനി അഭയം നൽകുന്നവനായ. പിന്നെ എങ്ങനത്തെ അല്ലാഹു അൽ മുഹൈമിനി സംരക്ഷണം നൽകുന്നവനായ. അല്ലെങ്കിൽ മുഹൈമിന് എന്നാൽ എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനായ. പിന്നെ എങ്ങനത്തെ അല്ലാഹു അൽ ജബ്ബാർ പോരായ്മകളെ പരിഹരിക്കുന്നവനായ. ജബ്ബാറിന് മറ്റൊരർത്ഥം വെക്കാം. അല്ലാഹു തആല സൃഷ്ടികളെ അടക്കി ഭരിക്കുന്നവനായ. എല്ലാം ശരിയാണ്. അതെല്ലാം സിഫത്തുകളാണ്. ലില്ലാഹി പറഞ്ഞ സിഫത്താണ്. അലിയി അൽ ബാരി അൽ മുഅ്മിനി അൽ മുഹൈമിനി അൽ ജബ്ബാരി എന്നതെല്ലാം. ബൈത്ത് 2. തുമ്മ സ്വലാത്തു വസ്സലാമുൻ നാമി അലൻ നബിയ്യി സയ്യിദിൽ അനാമി. തുമ്മ സ്വലാത്തു അള്ളാഹുവിന്റെ സ്വലാത്താകുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകത്തരം റഹ്മത്താണ്. അസ്വലാത്തു എന്നതിനേക്ക് വെറും റഹ്മത്ത് എന്ന അർത്ഥം വെക്കരുത്, അനുഗ്രഹം എന്നും അർത്ഥം വെക്കരുത്. അസ്വലാത്ത് എന്നുള്ളത് അങ്ങനത്തെ ഒരു പദമാണ്. അതൊരു പ്രത്യേക തലത്തിലുള്ള റഹ്മത്താണ്. വെറും റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ആ അർത്ഥം കിട്ടൂല. അപ്പൊ തുമ്മ സ്വലാത്തു അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്താകുന്നത്. സലാമു അള്ളാഹുവിൽ നിന്നുള്ള സലാമുമാകുന്നത്. എങ്ങനത്തെ സലാമ്? അന്നാമി നമ എന്നതിന്റെ ഇസ്മു ഫൈലാണ് അന്നാമി, അധികരിച്ചതായ, വളരുന്നതായ എന്നൊക്കെ അർത്ഥം വെക്കാം. അലൻ നബിയ്യി നബിന്റെ മേൽ ഉണ്ടാവട്ടെ. എങ്ങനത്തെ നബി? സയ്യിദി നേതാവായ സിഫത്ത്. അൽ അനാം മനുഷ്യരുടെ. മനുഷ്യർ എന്നും അർത്ഥമുണ്ട്. അൽ അനാം പറഞ്ഞ ജീവജാലങ്ങൾ എന്നും അർത്ഥമുണ്ട്. ബഹുമാനപ്പെട്ട സൂറത്തുർ റഹ്മാനിലെ അൽ അനാം എന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ അൽ അനാം മനുഷ്യർ എന്നാണ് അർത്ഥം വെക്കാറുള്ളത്, ജീവജാലങ്ങൾ എന്നർത്ഥം വെക്കാം. ഏതായാലും അല്ലാഹു അല്ലാത്ത സർവ്വ സൃഷ്ടികളുടെയും നേതാവാണ് ബഹുമാനപ്പെട്ട മുത്തുനബി. ബൈത്ത് 3. വആലിഹി വസ്വഹ്ബിഹിൽ അലാമി വകുല്ലി അഹ്ലിൽ ഇൽമി വൽ ഇലാമി. വാലിഹി നബിന്റെ കുടുംബത്തിന്റെ മേലും ഉണ്ടാവട്ടെ. നബിയുടെ ഹാഷിം മുത്തലിബ് എന്ന ഉപ്പാപ്പമാരുടെ മക്കൾ പരമ്പരയിലെ വിശ്വാസികൾക്കാണ് ആല് എന്ന് പറയാം. വസ്വഹബിഹി നബിയുടെ സ്വഹാബാക്കൾക്കും ഉണ്ടാകട്ടെ. സ്വഹാബാക്കൾ വിശ്വസിച്ചുകൊണ്ട് നബിയെ കണ്ടവർക്കാണ് സ്വഹാബാക്കൾ എന്ന് പറയാം. വലിയ സ്ഥാനാണ് സ്വഹാബാക്കൾക്ക്. സ്വഹാബാക്കൾ അല്ലാത്ത നബിന്റെ അഹ്ലിനേക്കാളും ആലിനേക്കാളും ഒക്കെ സ്ഥാനം ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്കാണ്. അതായത് നബി തങ്ങളുടെ ആല്, ഉദാഹരണം അഹ്ലു ബൈത്ത്, ഖിയാമത്ത് വരെ സംഭവിക്കും. ഇപ്പോഴൊക്കെ ഉണ്ട് അഹ്ലു ബൈത്ത്. പക്ഷേ ഈ അഹ്ലു ബൈത്ത് തങ്ങന്മാരെക്കാളും ഒക്കെ സ്വഹാബാക്കൾക്കാണ് സ്ഥാനം. നബിനെ കണ്ടതായ മുഅ്മിനീങ്ങൾക്കാണല്ലോ സ്വഹാബാക്കൾ പറയാം. ആ സ്വഹാബാക്കൾക്ക് വലിയ സ്ഥാനമാണ്.
സ്വഹാബാക്കളിൽ പെടാത്ത ലോകത്ത് ഏത് വലിയ ഔലിയാക്കളോ ഉലമാക്കളോ തങ്ങന്മാരോ ആരുണ്ടാവട്ടെ അവരെക്കാളും ഒക്കെ സ്ഥാനം സ്വഹാബാക്കൾക്കാണ്. എങ്ങനത്തെ സ്വഹാബാക്കൾ? അൽ ആലാമി, മൂന്നർത്ഥം വെക്കാം. അൽ ആലാമി കൊടികളായ, അല്ലെങ്കിൽ അൽ ആലാമി ഉയർന്നവരായ, അല്ലെങ്കിൽ അൽ ആലാമി പർവ്വതങ്ങളായ, ഉന്നതരായ എന്ന ഉദ്ദേശം. വകുല്ലി അഹ്ലിൽ ഇൽമി, ഇൽമിന്റെ എല്ലാ അഹ്ലിന്റെ മേലും ഉണ്ടാവട്ടെ. ആലിമീങ്ങളും മുത്താലിമീങ്ങളും ഒക്കെ പെട്ടു. വല്യാലാം, പഠിപ്പിച്ചു കൊടുക്കൽ ഉടയവർ. ഇൽമ് ഇലാമ്, ഇൽമ് പറഞ്ഞാൽ അറിവ്, ഇലാമ് പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കുക. ഇലാമ് പറഞ്ഞാലും താലീം പറഞ്ഞാലും രണ്ടും പഠിപ്പിച്ചു കൊടുക്കലാണ്. പക്ഷെ ഒറ്റ ഇതിൽ വേഗാണ്ട് പഠിപ്പിച്ചു കൊടുക്കണേന് ഇലാമ് എന്ന് പറയും. അല്പാൽപമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണേന് താലീം എന്ന് പറയും. ചെറിയൊരു വ്യത്യാസമുണ്ട്. ബൈത്ത് 4. വബഅദു ഖാല അബ്ദുൽ മുവഫഖു മുൻതഖബുൻ വാലിദുൽ മുവഫഖു. വബഅദു ബിസ്മിഹിം ഹംദും സ്വലാത്തും സലാമും ചൊല്ലിയതിന്റെ ശേഷം ഖാല പറയുന്നു, അബ്ദുഹു അല്ലാഹുവിന്റെ അടിമ, ഹുവ റളിമിറ അല്ലാഹ് എന്നേക്കാം. അബ്ദുള്ള എന്നുള്ള അവരുടെ പേരല്ല. സാധാരണ എല്ലാവരും അടിമകളാണല്ലോ, ആ അർത്ഥത്തിലാണ് അബ്ദുഹു അള്ളാഹിന്റെ അടിമ പറഞ്ഞത്. എന്തെന്ന്? അൽ മുവഫഖു, മുവഫഖ് എന്നവർ. അത് ഈ രചയിതാവിന്റെ സ്ഥാനപ്പേരാണ് ഈ മുവഫഖ്. അതായത് മുൻതഖബുൻ, മുൻതഖബ് എന്നവർ, അത് അദ്ദേഹത്തിന്റെ ഇസ്മലമ് നേരെ പേരാണ്. ഇവിടെ ഇസ്മലമ് പറഞ്ഞ നേരെ പേരാണ് മുൻതഖബ്. അതിനേക്കാളും ലഖബായ മുവഫഖ് അറിഞ്ഞതിനിവിടെ മുന്തിച്ചു. വാലിദുഹു, അദ്ദേഹത്തിന്റെ വാപ്പയാകുന്നത് അൽ മുവഫഖു, മുവഫഖ് എന്നവരാകുന്നു. ബാപ്പാന്റെ പേര് മുവഫഖ്, മകന്റെ പേര് മുൻതഖബ്. വേറെയും അർത്ഥം വെക്കാം. ഇതാണ് ഒരർത്ഥം. വാലിദു, അദ്ദേഹത്തിന്റെ പിതാവാകുന്നത് അൽ മുവഫഖു, മുവഫഖ് എന്ന പേരുള്ളവരാകുന്നു ബാപ്പാന്റെ പേര്. ഇനി അൽ മുവഫഖ് പറഞ്ഞാൽ വളരെ തൗഫീഖ് നൽകപ്പെട്ട ആളാണ് ഉപ്പ എന്നും അർത്ഥം വെക്കുന്ന. ബൈത്ത് 5. യാ ത്വാലിബൽ ഇൽമി റഫീ അദ്ദാബി തഅല്ലമിൽ ഇൽമ ബിദിൽ ആദാബി. യാ ത്വാലിബൽ ഇൽമി, ഇൽമിനെ തേടുന്നവനെ, വിദ്യാർത്ഥിയെ. യാ ഹർഫ് നിദ, ത്വാലിബ് ഇസ്മു ഫായിലാണ്, മുനാദ മുലാഫ്. അൽ ഇൽമി, ഇൽമിനെ തേട, മുലാഫിലേ. എങ്ങനത്തെ ഇൽമു? റഫീ അദ്ദാബി, സ്ഥാനം ഉയർന്നതായാൽ. ദഅബ് പറഞ്ഞ അവിടെ ഷെഅ്ന്, സ്ഥാനം, കാര്യം എന്നർത്ഥം. അപ്പൊ കാര്യം ഉയർന്ന ഇൽമിന്റെ വിഷയമാണല്ലോ വലിയത്. അപ്പൊ ഇൽമ് എന്ന വളരെയേറെ ഉന്നത സ്ഥാനമുള്ള ആ ഇൽമിനെ തേടുന്ന വിദ്യാർത്ഥി. തഅല്ലം, അത് അമ്ര് ഹാദിറ. തഅല്ലമായ തഅല്ലമുന അമ്ര് ഹാദിറാണ് തഅല്ലം. ശരിക്ക് സുക്കൂന്റെ മേലാണ് അതിന്റെ മബനി. പക്ഷെ ഇവിടെ ഇൽത്തിഖാഫ് സാക്കിന് 2 സുക്കൂൻ വരുമ്പം കസ്ർ ചെയ്തുകൊണ്ട് തഅല്ലമിൽ ഇൽമാൻ അങ്ങനെ ചില്ല. തഅല്ലം, നീ പഠിക്കണം. അൽ ഇൽമ, ഇൽമിനെ പഠിക്കണം. ബി ദി, ഇവ കൊണ്ട് പഠിക്കണം. ദി ആണ് ഇഷാറത്തുൽ ഇസ്മ, അൽഫിലുണ്ട്. ബിദാലി മുഫ്റദിൻ മുദക്കറിൻ നശ്ർ ബിദി വദീതി തഅലല്ലും തഖ്തസ്വിർ. അപ്പം ബി കൊണ്ട്, ദി ഇവകളെ കൊണ്ട്, എന്തെന്ന് അല്ലാദാബി, ഈ പറയപ്പെടാൻ പോകുന്ന അദബുകളെ കൊണ്ട് ഇൽമിനെ പഠിക്കുക. ഇവിടെ ഇൽമ് പറഞ്ഞാൽ ശർഈയായ മതപരമായ ഇൽമ്. യഥാർത്ഥത്തിൽ നമുക്കൊക്കെ പഠിക്കൽ നിർബന്ധമായ ഇൽമ് 3 ഇൽമാണ്. 1 വിശ്വാസശാസ്ത്രം, ഈമാനുമായിട്ട് ബന്ധപ്പെട്ട ഇൽമ്. 2 ഫിഖ്ഹുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് അറിയുന്ന ഫിഖ്ഹ്. 3 ഹൃദയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട തസവുഫ്. അപ്പൊ ശരിക്ക് ഫിഖ്ഹ്, അഖീദ, തസവുഫ്, ഈ 3 കാര്യമാണ് ശരിക്ക് നമുക്ക് ഫർള് ഐനാകുക. അതിലേക്കുള്ള വഴികളാണ് മറ്റുള്ള തഫ്സീറും ഹദീസും നഹവും സർഫും മറ്റു കാര്യങ്ങളൊക്കെ. അത്തരം എല്ലാ കാര്യങ്ങളും നല്ല ഫലപ്രദം തന്നെയാണ്. ഏറ്റവും പ്രധാനം ഇതാണ്. ബൈത്ത് 6. ഫത്വഹിരിൽ ഖൽബ വസ്വഹിഹ് നിയ വഅബ്ഗിൽ ബിൽ അസ്ബാബി ലാ ബിൽ മുൻയാ. അപ്പോൾ അദബുകൾ ഓരോന്നായി ബഹുമാനപ്പെട്ട മുസന്നിഫ് വിദ്യാർത്ഥികളോട് പറയണം. ഫത്വഹിർ, അതുകൊണ്ട് നീ ശുദ്ധിയാക്കിക്കോ. 1ാമത്തെ അദബത ത്വഹറ യുത്വഹിറുന്റെ അമ്രാണ്. ത്വഹിർ, നീ ശുദ്ധിയാക്കിക്കോ. അൽ ഖൽബാനിന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കിക്കോ. ഹൃദയ ശുദ്ധിയാക്കണം. ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹൃദയശുദ്ധിയാണ് വളരെ പ്രധാനം.
വസ്വഹിഹ് നീ ശരിപ്പെടുത്തിക്കോ, നീയത്തൻ അർത്ഥം, നീയത്തിനെ നീ ശരിപ്പെടുത്തിക്കോ. സ്വഹഹ യുസഹിഹുവിന്റെ അംറു ഹാലിറാണ് സ്വഹിഹ്. അപ്പൊ നീയത്തിനെ ശരിപ്പെടുത്തണം. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, പരിശുദ്ധ ദീനിനുള്ള ഹിദ്മത്തിന്റെ നിലക്കാണ് ഞാൻ പഠിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടിയാണ്, ഉഖ്റവിയായ വിജയത്തിനാണ് ഞാൻ പഠിക്കുന്നത്, നീയും നിന്റെ ഹബീബും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇതുപോലത്തെ ഉദ്ദേശങ്ങൾ ഉണ്ടാകണം. അല്ലാതെ ശമ്പളത്തിന് വേണ്ടി, ജനങ്ങളെ സ്ഥാനം കിട്ടാൻ വേണ്ടി, ജനങ്ങളിൽ നിന്ന് ഉന്നതമായ പദവികൾ ലഭിക്കാൻ വേണ്ടി, ദുന്യവ്യായ ഉപകാരങ്ങൾക്ക് വേണ്ടി എന്നതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കാനേ പാടില്ല. അള്ളാഹുവിന്റെ വജ്ഹും അള്ളാന്റെ തൃപ്തിയും അള്ളാന്റെ പൊരുത്തവും അള്ളാന്റെ ദീനി ഖിദ്മത്തും ഉഖ്റവിയ ചിന്തയും ഈ നല്ല നിലക്ക് പഠിക്കണം. ബാക്കിയൊക്കെ അതിൽ വന്നു ചേരുന്ന അള്ളാഹു താല തരുന്നതൊക്കെ നമുക്ക് വാങ്ങാം, അതല്ല, നിയ്യത്ത് നന്നാക്കണം. വഅബ്ഗി, നിന്റെ ശരീരത്തെ നീ തേടിപ്പിച്ചോ എന്ന നേരർത്ഥം. ഇൽമിനെ തേടിപ്പിക്കുക. അപ്പൊ നിന്റെ ശരീരത്തെ നീ ഇൽമിനെ തേടിപ്പിച്ചോ. അബ്ഗ യുബ്ഗി എന്നതിൽ നിന്നുള്ള അംറ് ഹാലിറാണ്. അഅത്വ എന്ന് പറയുന്നത് പോലെ അബ്ഗ യുബ്ഗി അബ്ഗി. അപ്പൊ ഖത്ഇന്റെ അംസയാണ്, കൂട്ടി മുഴുവൻ പോവില്ല. വഅബ്ഗി, നിന്റെ ശരീരത്തെ നീ തേടിപ്പിച്ചോ. ബിൽ അസ്ബാബ്, കാരണങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ ഇൽമ കിട്ടാനുള്ള കാരണങ്ങളുണ്ടല്ലോ. എന്താ കാരണം? ഉസ്താദുമായിട്ട് ബന്ധപ്പെടണം, കിതാബ് പഠിക്കണം, മുത്താല ചെയ്യണം, വീണ്ടും വീണ്ടും കേൾക്കണം, സംശയമുള്ളത് ചോദിക്കണം, എഴുതി വെക്കേണ്ടത് എഴുതണം, ഇടക്കിടക്ക് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ സബബുകളാണ്. ഏതൊരു ഉദ്ദേശത്തിനും അതിന്റെ ഹലാലായ സബബുകൾ, കാരണങ്ങളും അതിന്റെ മാർഗങ്ങളും വഴികളുമായിട്ട് ബന്ധപ്പെടണം. അസ്ബാബ് പറഞ്ഞ മാർഗങ്ങൾ, വഴികൾ, ഇൽമ കിട്ടാനുള്ള മാർഗങ്ങളും വഴികളും അവയോടുകൂടെയാവണം ശരീരത്തെ തേടിപ്പിക്കുന്നത്. അല്ലാതെ ലാബിൽ മുന്നിയ, വെറും മോഹം കൊണ്ട് അല്ല. മുനിയത്ത് പറഞ്ഞ വെറും മോഹം. ചുര കിട്ടണം, ഇൽമ കിട്ടണം എന്ന് മോഹമുണ്ട്, പക്ഷെ അവൻ പഠിക്കാൻ തയ്യാറാണില്ല, അവൻ കിതാബ് നോക്കുന്നില്ല. കിതാബുകളൊക്കെ ബിസ്മില്ലാഹി തിരിഞ്ഞുകൊണ്ട്, ഒളുവെടുത്തുകൊണ്ട്, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട്, ഉസ്താദുമാർക്കും മുസന്നിഫീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, നല്ല നിയ്യത്തോടെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓതിപ്പടിച്ചാൽ ഏത് തിരിയാത്തതും അല്ലാഹു തആല അറിവ് നൽകും. ഏതു പ്രയാസമുള്ള ഫന്നും വിഷയവും അല്ലാഹു തആല എളുപ്പമാക്കി തരും. നല്ല നിയ്യത്തോടുകൂടി അങ്ങ് ഒരുങ്ങണം. അപ്പൊ അസ്ബാബുമായി ബന്ധപ്പെടണം. അസ്ബാബ് പറഞ്ഞാൽ ഇൽമ കിട്ടാനുള്ള വഴികൾ. ഉറക്കൊഴിച്ച് ഓതുക, വീണ്ടും വീണ്ടും പഠിക്കുക, ഉസ്താദുമാരെ ബഹുമാനിക്കുക, മൂത്തവരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, എന്നിട്ട് ഒളു എപ്പോഴും ദായിമാക്കുക, നല്ല നിയ്യത്തോടുകൂടെ ഓതിക്കൊണ്ടേ ഇരിക്കുക, എഴുതേണ്ടത് എഴുതുക, വായിക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും മുത്താല ചെയ്യുക. ഇതൊക്കെ അതിന്റെ അസ്ബാബായി ഇൽമ കിട്ടാനുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങളോടെയാവണം നീ തേടിപ്പിക്കുന്നത്. എന്റെ ശരീരത്തെ നീ തേടിപ്പിക്കുന്ന ഇൽമിനെ പഠിക്കുന്നതെന്നർത്ഥം. ലാബിൽ മുനിയ, വെറും മോഹം കൊണ്ട് മാത്രം പോരാ. എന്നിട്ട് ബൈത്ത് 7, വഅദ്ദിമ അലൈക മഫ്റൂദും ബിലാ ഇദ്ഖാലി നുഖ്സാനിൻ ഫദഅമാ ഖുബിലാ. അദ്ദാ യുഅദ്ദി അറിഞ്ഞതിന്റെ അംറ് ഹാദിറാണ്. അദ്ദി, നീ വീട്ടിക്കോ, നീ നിർവഹിച്ചോ. മാ, ഒരു ബാധ്യതയെ, അലൈക അന്റെ മേൽ, മഫ്റൂദുന്നത് ഫർളാക്കപ്പെട്ടതാണ്. മഫ്റൂദ് എന്ന് പറഞ്ഞ മഅദൂഫ മുത്താന്റെ ഖബറ, ഹുവ മഫ്റൂദുൻ. ഈ ജുംല മാറിഞ്ഞതിന്റെ സിലയാണ്, മാ മൗസൂലാണ്. അദ്ദി, നീ വീട്ടിക്കോ, നീ നിർവഹിച്ചോ. മാ, ഒന്നിനെ, അലൈക്ക നിന്റെ മേൽ, മഫ്റൂദുൻ അത് ഫർളാക്കപ്പെട്ടതാണ്. അലൈക്കന്റെ താലൂക്കും ബന്ധം മഫ്റൂദിനോട്. അപ്പൊ നിന്റെ മേൽ ഫർളാക്കപ്പെട്ട എല്ലാ ബാധ്യതകളെയും നീ നിർവഹിച്ചോ. ബിലാ ഇദ്ഖാലി, പ്രവേശിപ്പിക്കൽ കൂടാതെ, നുഖ്സാനിൻ, ഒരു പോരായ്മയെയും പ്രവേശിപ്പിക്കൽ കൂടാതെ, ഒരു പോരായ്മയും ഒരു ന്യൂനതയും ഇല്ലാതെ ശരിക്കും എന്റെ കടമകളൊക്കെ വീട്ടിൽ മുന്നേറിക്കോ. ബിലാ ഇദ്ഖാലി, ബി പറഞ്ഞ ജെറിന്റെ അർഫ. ജെറിന്റെ അർഫ് ഇസ്മിലേ കിടക്കുള്ളൂ. ലാറിന് നമ്മൾ സാധാരണ പഠിച്ചത് ലാറിന് ഹർഫ. അപ്പൊ ഇങ്ങനത്തെ ഈ ബിലാ ഒരുപാട് സ്ഥലത്തുണ്ട്. ബിലാ ഹദഫിൻ, ബിലാ നുഖ്സാനിൻ, ബിലാ ദുഹൂരിൻ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ലാ സത്യത്തിൽ ഹർഫിന്റെ കോലത്തിലാണെങ്കിലും അത് ഗൈർ എന്ന മാനാക്കുള്ള ഇസ്മാണ് എന്നാണ് ശരിക്കും വെക്കേണ്ടത്. അപ്പൊ ബി ഹർഫ് ജാറാണ്. ലാ ഗൈറിന്റെ മാനാക്കുള്ള ഇസ്മ മജ്റൂർ. ഹർഫിന്റെ കോലത്തിലാവുമ്പോ ജെറ് വെളിവാകൂല. ഇദ്ഖാലി അറിഞ്ഞ മുലാഫിലേഹി, കാരണം ലാറിന ഇസ്മാവുമ്പോ അതിന്റെ മുലാഫിലേഹി, ഇങ്ങനെ അർത്ഥം വെക്കേണ്ടത്. ബിലാ ഇദ്ഖാലി നുഖ്സാനിൻ, ഒരു പോരായ്മയെയും കടത്തൽ കൂടാതെ ശരിക്ക് എന്റെ മേലുള്ള ബാധ്യതകൾ നീ നിർവഹിച്ചോ. ഫ ദാ,
ഈ പോരായ്മകളെ കടത്തുക എന്നുള്ളതാവുന്നത് മാ കുബില, അതിനെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. സാധാരണ ഈ പോരായ്മനെ കടത്തൽ മാ നഫി, കുബില അതിനെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അർത്ഥം വെക്കാം, ഫദ, ഒരു പോരായ്മയും വരാതെ നമ്മുടെ ബാധ്യത തീർക്കുക എന്നുള്ളതാണ് മാ ഒന്ന്, കുബില അതിനെയാണ് സ്വീകരിക്കപ്പെട്ട ഒന്ന്. അപ്പൊ മാ മൗസൂല ഖബറായിട്ട് കുബില അതിന്റെ സിലിയായിട്ട് അങ്ങനെ വെക്കാം. നമ്പർ 8, വറായി ഹസ്മൻ ഹഖ വാലിദൈനി വകുല്ല ഹഖിൻ വഹുവ മിത്ലു ദൈനി. വറായി, നീ ശരിക്ക് സൂക്ഷിച്ചോ. റാഅ യുറാഇ എന്ന തുലാസി മുസീദിലെ മൂന്നാമത്തെ ഫഅല യുഫായിലുണ്ടല്ലോ, കാത്തല പോലെ. അപ്പൊ റാഅ യുറാഇ അതിന്റെ അംറ് ഹാദിറാണ് റാഇ. നീ ശരിക്ക് ശ്രദ്ധിച്ചോ. ഹത്മൻ, നിർബന്ധമായും നീ ശ്രദ്ധിച്ചോ. ഹഖ വാലിദൈനി, മാതാപിതാക്കളോടുള്ള കടമയെ. ഇൽമു കിട്ടാനും നല്ലവനാകാനും ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ ഗുരുത്വം വരുത്തണം. വാലിദൈൻ, മാതാപിതാക്കളെ ഹക്കിനെ ശരിക്ക് നീ ശ്രദ്ധിക്കണം. വകുല്ല ഹക്കിൻ, മറ്റു ഹക്കുകളെയും മറ്റു കടമകളെയും. ഉസ്താദുമാരുമായിട്ട് ഹക്കുകളുണ്ട്, ഉലമാക്കളുമായിട്ട് ഹക്കുണ്ട്, പ്രായം കൂടിയവരുമായിട്ടുള്ള ഹക്കുണ്ട്, സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും ഹക്കുണ്ട്, സഹപാഠികളോടും മറ്റുള്ളവരോടും ഹക്കുണ്ട്. എല്ലാ ഹക്കിനെയും ശരിക്കും നീ ശ്രദ്ധിച്ചോ. വഹുവ, കാരണം ഈ ഹക്കുകളും മിസ്ലി ഹക്കുകളെല്ലാം മിസ്ലു ദൈനി, കടം പോലെ വീട്ടൽ നിർബന്ധമായതാണ്. ഒന്നുകിൽ അങ്ങനെ അർത്ഥം, വഹുവ ഈ ഹക്കുകളെല്ലാം മിസ്ലു ദൈനി, കടം പോലെ വീട്ടൽ നിർബന്ധമായ ഹക്കാണ്. അല്ലെങ്കിൽ വഹുവ ഈ മറ്റുള്ള ഹക്കുകളും മിസ്ലു ദൈനി എന്നാൽ മാതാപിതാക്കളെ പോലെയാണ്, മാതാപിതാക്കളുടെ ഹക്ക് പോലെ തന്നെയാണ്. അങ്ങനെ അർത്ഥം വെക്കാം. അവിടെ അതിനനുസരിച്ചൊക്കെ തർക്കീബ് മാറും. നമ്പർ 9, വവഖിരിൽ മഹവഅള്ളിം ഷാന വജ്തനിബിൽ ഫിസ്ഖ ഫദാക ഷാന. വഖറ യുവഖിറു എന്നതിന്റെ അംറ് ഹാദിറാണ് വഖിർ, നീ ആദരിച്ചോ, നീ ബഹുമാനിച്ചോ. അല്ലിൽമ, ഇൽമിനെ ബഹുമാനിച്ചോ. ഞാൻ പഠിക്കാൻ പോകുന്ന മതപരമായ ഇൽമ് അത് വളരെ മഹത്താണ് എന്നൊരു സങ്കല്പിക്കണം. അള്ളാഹു തആല വലിയ സ്ഥാനം തന്നതാണ് ഇൽമ് എന്ന് നാം മനസ്സിലാക്കണം. മുതഅല്ലിമീങ്ങളാണ്, അള്ളാഹു എന്നെ ഇൽമിനും വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്. ആ ഇൽമിന്റെ സ്ഥാനം നമ്മൾ കാണണം. കിതാബുകളെ ബഹുമാനിക്കണം, എഴുതി വെച്ചതിനെ ബഹുമാനിക്കണം. കിതാബുകളൊന്നും നിലത്തിടരുത്. നിലത്ത് വെക്കുമ്പം എന്തെങ്കിലും ശീലയോ വിരിപ്പോ ടവ്വലോ വെച്ചിട്ട് അതിന്റെ മേലെ കിതാബ് വെക്കാവൂ. ഉയർന്ന സ്ഥലത്തെ കിതാബ് വെക്കാവൂ. വലിയ മഹാന്മാരൊക്കെ അരന്റെ കീപ്പെട്ട് തൂക്കിപ്പിടിക്കൂല, കിതാബ് ഉയർത്തിപ്പിടിക്കും. നെഞ്ചിനോട് കൂട്ടിപ്പിടിച്ചാണ് കിതാബ് കൊണ്ടുപോവുക. വലിയ വലിയ ഉസ്താദുമാരൊക്കെ കോളേജിലൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ കിതാബുകൾ നെഞ്ചോട് ഒപ്പിച്ച് കൂട്ടിപ്പിടിച്ചു വരും. കയ്യങ്ങട്ട് താഴേക്ക് നിർത്തിയിട്ട് മുട്ടുംകാലിന്റെ താഴത്തെത്തണ നിലക്ക് കിതാബ് താഴേക്ക് വരൂല. കിതാബിലേക്ക് കാല് നീട്ടൂല. എഴുതി വെച്ച നോട്ട് ബുക്ക് വരെ ബഹുമാനിക്കണം. അപ്പൊ ഇൽമിനെയും ഇൽമിന്റെ ആളുകളെയും കിതാബുകളെയും ഒക്കെ ബഹുമാനിക്കണം. ഇൽമിന് വലിയ സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതാ അപ്പോഴേ ഇൽമു കിട്ടുള്ളൂ. വഖിർ ഇൽമ, ഇൽമിനെ ബഹുമാനപ്പെട്ട ഇൽമിനെ നീ ബഹുമാനിച്ചോ, ആദരിച്ചോ. വഅള്ളിം, നീ മഹത്വവൽക്കരിച്ചോ. ഷാനഹു, ഇൽമിന്റെ കാര്യത്തിനെ. ഷഅ്ന് എന്നാണത് വായിക്കുമ്പോ ഷാന എന്നാ വായിക്കുക. അപ്പൊ അംസനെ അലിഫാക്കി മറിച്ചതാ. ഷഅ്നഹു, ഇൽമിന്റെ കാര്യത്തെ നീ വളരെയേറെ ബഹുമാനിച്ചോ, ആദരിച്ചോ, വണ്ണമാക്കിക്കോ. അതിനെപ്പോഴും സ്ഥാനം കൊടുത്തോ എന്നർത്ഥം. വജിത്തനിബ്, അതുപോലെ തന്നെ പ്രധാന അദബാണ് വജിത്തനിബ്, നീ വെടിഞ്ഞോ, നീ ഒഴിവാക്കിക്കോ. അൽ ഫിസ്ഖ, ദോഷത്തിനെ. ദോഷം അള്ളാഹുക്ക് എതിര് കാണിക്കുക, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ. കണ്ണുകൊണ്ട് ദോഷം ചെയ്യരുത്, കാതുകൊണ്ട് ദോഷം ചെയ്യരുത്, മൊബൈലിൽ വെറുതെ സമയം കളയരുത്, അനാവശ്യ സംസാരങ്ങൾ അരുത്, അനാവശ്യ സംസാരം കേൾക്കുകയും അരുത്, അനാവശ്യ ചിത്രങ്ങളോ ഫോട്ടോസുകളോ കാണരുത്. ഇങ്ങനെ കണ്ണിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം, കൽബിനെ സൂക്ഷിക്കണം, മുതലിനെ സൂക്ഷിക്കണം. ഹറാമായ തെറ്റായ തിന്മകളുടെ ഒരു വഴിയേയും പ്രവർത്തിക്കാതെ സൂക്ഷിക്കണം. അതാ വജിത്തനിബ്. ഇൽമിനെ പഠിക്കുന്ന വിദ്യാർത്ഥി, നിനക്ക് ഇൽമു കിട്ടാൻ ശരിക്കും നീ വെടിയണം. ഇജ്തനിബിന്റെ അംറ്, ഇജ്തനിബ്, നീ വെടിയണം. ഫീലും ഫായില്. അൽ ഫിസ്ഖ, ദോഷങ്ങളെ, ഒരു ദോഷവും ചെയ്യരുത്. ഫദാക്ക, കാരണം ദോഷങ്ങൾ ഷാന മോശമാക്കും, ഹു ഇൽമിനെ മോശമാക്കും. ആ ഇൽമു കിട്ടൂല, അഥവാ ഇൽമു കിട്ടിയാൽ ആഖിറത്ത് കറ്റ ഉപകരിക്കൂല. ഷാന ഹുന ഐബാക്കുക,
പോരായ്മ വരുത്തും, ന്യൂനത വരുത്തും, മോശമാക്കും. ഫദാക്ക ഫിസ്കാകുന്നത് ഷാന, അത് മോശമാക്കിയിരിക്കുന്നു ഹു ഇൽമിനെ. ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ഉസ്താദ് വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസ്വി, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക തരം പ്രകാശമാണ് ഇൽമ്, ഇതൊരിക്കലും ദോഷം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കൂല എന്ന് തന്നെ ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദ് പറഞ്ഞതായി കിതാബുകളിലൊക്കെ കാണാം. അപ്പം നേരത്തിന് നിസ്കരിച്ച് ഹറാമുകളൊന്നും ചെയ്യാതെ നല്ല വിദ്യാർത്ഥികളായി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ് കിട്ടുക. നമ്പർ 10 വസ്രിഫ് ലഹു ദറാഹിമൻ വദഹബ ഫമാ സിവാഹു കുല്ലു ഷൈഇൻ ദഹബ. വസ്രിഫ്, നീ ചെലവഴിച്ചു, ലഹു ഇൽമിന്റെ മാർഗത്തിന് വേണ്ടിയിട്ട്, ഇൽമിലേക്ക് വേണ്ടി ചെലവഴിച്ചു, ദറാഹിമൻ വെള്ളി നാണയങ്ങളെയും വദഹബ പൊന്ന് നാണയങ്ങളെയും. അതായത് നിന്റെ മുതലൊക്കെ നീ ഇൽമിന്റെ വഴിയിലേക്ക് ചെലവഴിച്ചോ. അത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിതാബ് വാങ്ങാനും ഷറഹുകൾ വാങ്ങാനും ഹാഷിയകൾ വാങ്ങാനും പഠനാർഹമായ പുസ്തകങ്ങൾ വാങ്ങാനും അതിനുവേണ്ടിയുള്ള നോട്ട്സുകളും മറ്റുമൊക്കെ വാങ്ങാനും ഇൽമിന്റെ ഭാഗത്തേക്ക് മുതൽ ചെലവഴിക്കുക. ഇനി മറ്റൊന്ന്, ഏതൊരു മനുഷ്യനും ഇൽമിന്റെ ഭാഗത്തേക്ക് ദർസിന് വേണ്ടിയിട്ട്, കോളേജിന് വേണ്ടിയിട്ട്, ആലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൽമിന്റെ ഭാഗത്തേക്ക് മുതൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞത് വളരെ പുണ്യാർഹമായ കാര്യമാണ്. കാരണം ഫമാ സിവാഹു, ഇൽമല്ലാത്ത ഏത് വസ്തുവും, കുല്ലു ഷൈഇൻ അവ മുഴുവനുമാകുന്നത്, റഹബ നശിച്ചു പോയതാകുന്നു. ഇൽമാണ് എന്നും നിലനിൽക്കുക, ഇൽമിനാണ് പ്രധാനം. അപ്പൊ ഫമാ സിവാഹു പറഞ്ഞാൽ ഇൽമ് അല്ലാത്തതെല്ലാം, കുല്ലു ഷൈഇൻ അവ മുഴുവനുമാകുന്നത്, റഹബ പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ അർത്ഥം വെക്കാം, ഫമാ സിവാഹു ഇൽമിന് വേണ്ടി അല്ലാതെ ചെലവഴിച്ച മുതലുകൾ, ഇൽമിനാ മുതൽ ചെലവഴിക്കേണ്ടത്, ഇൽമിന് വേണ്ടി ചെലവഴിച്ചത് അല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്, കുല്ലു ഷൈഇൻ അവ മുഴുവനും റഹബ ഉപകാരമില്ലാതെ പോയതാണ്. നമ്മൾ വെറുതെ മതിൽ കെട്ടാനും വെറുതെ മുറ്റം കട്ടയിടാനും ആവശ്യമില്ലാത്ത അതിനൊന്നും അള്ളാഹുവിൽ നിന്ന് കൂലിയിട്ടില്ല. നേരെ മറിച്ച് ഇൽമിന് വേണ്ടിയിട്ടും ആലിമ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കിതാബിന് വേണ്ടിയിട്ടും ചെലവഴിച്ചതാണെങ്കിലോ വലിയ കൂലി കിട്ടും. അങ്ങനെയും അർത്ഥം വെക്കാം. ബെയ്ത്ത് നമ്പർ 11 വഫാരിഖിൽ ബിതുനാത വൽ കറാമഹ് ഫസാഹിമിൽ ഫുഹൂല ബിൽ കറാമ. ഫസാഹിമിൽ ഫുഹൂല, നല്ല ബുദ്ധിയുള്ളവരോട് അഥവാ ഇൽമുടയവരോട് എന്നാണ് ഉദ്ദേശം. ഫസാഹിമിൽ ഫുഹൂല, ഫഹലിന്റെ ജമ ഫുഹൂല്. സാഹിം എന്നാൽ നീ തിരക്കിക്കോ, ഇവിടെ നീ അടുത്തു ബന്ധപ്പെട്ടോ, നീ അടുത്തു കൂടിക്കോ എന്നാണ് മാന. അപ്പൊ ഫസാഹിം നീ അടുത്തു കൂടിക്കോ, നീ ബന്ധപ്പെട്ടോ. അൽ ഫുഹൂല ഫഹലിന്റെ ജമ, ഇവിടെ ഉദ്ദേശം നല്ല അറിവുള്ളവൻ. അപ്പൊ നല്ല അറിവുള്ളവരോട് നീ അടുത്ത് കൂടിക്കോ, ബന്ധപ്പെട്ടോ. ബിൽ കറാമത്തി, നീ തന്നെ അവരെ വളരെയേറെ ബഹുമാനിക്കലോടൊപ്പമായ സ്ഥിതിയിൽ. അപ്പം വളരെ ബഹുമാനത്തോടെ നല്ല ഇൽമുടയവരുമായി നീ അടുപ്പം പുലർത്തിക്കോ, അവരുമായി ബന്ധപ്പെട്ടോ, അവരോട് ചോദിച്ചും അവരുടെ ക്ലാസ് കേട്ടും അവരുമായുള്ള ആ ഒരു ബന്ധം സ്ഥാപിച്ചോ. വ ഫാരിഖ്, ഫാറഖ് യുഫാരിഖുന്റെ അമ്ര്. വ ഫാരിഖ് നീ വെടിഞ്ഞോ, നീ ഉപേക്ഷിച്ചോ. അൽ ബിത്തുനത്ത വയറ് നിറച്ച് ഭക്ഷണം കഴിക്കല്ലേ. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ മടി കൂടും, ക്ഷീണം വരും, ഉറക്ക് വരും. അങ്ങനെ യഥാർത്ഥമായ പഠനത്തോടുള്ള വിരക്തി തോന്നും. വൽ ഖറ, ഉറക്കിനെയും നീ ഒഴിവാക്കിക്കോ. വൽ ഖറ എന്ന് പറഞ്ഞത് അൽബിത്തുന എന്ന് പറഞ്ഞിടത്തേക്ക് അത്ഫാണ്. മഹ് എന്ന് പറഞ്ഞാൽ നീ ഒഴിവാക്കിക്കോ, അതൊരു തൈക്കീദിന്റെ വാക്കാണ്. ഫാരിഖ് നീ വെടിഞ്ഞോ, മഹ് നീ ഒഴിവാക്കിക്കോ. മഹ് എന്നത് ഇസ്മുഫീലാണ്, ഫായില് മുളുമറാണ്, നീ ഒഴിവാക്കിക്കോ. അതിന്റെ മഫൂല് മുഖദ്ദം ഖറ ആക്കാൻ പറ്റില്ല, കാരണം ഇസ്മുഫീലിന്റെ മഅമൂല് മുന്ദൂല എന്നാണ് പ്രബലം. അപ്പം വൽ ഖറ എന്നുള്ളത് അൽബിത്തുന എന്നുള്ള ഇടത്തേക്ക് അത്ഫാണ്, മഹ് ഒരു തൈക്കീദാണ് എന്ന് വെക്കാം. ചുരുക്കത്തിൽ ഈ ബൈത്തിൽ പറയുന്നത്, അറിവുടയവരുമായി നല്ലവണ്ണം ബന്ധം പുലർത്തി അവരോട് ചോദിച്ചും പഠിച്ചും കേട്ടും നീ ഇൽമ് സ്വായത്തമാക്കാൻ ശ്രദ്ധിക്കണം. അധികമായ ഭക്ഷണവും സുഭിക്ഷമായ ഭക്ഷണവും നിനക്ക് ക്ഷീണവും മറവിയും ഉത്സാഹവും കുറക്കുകയാണ് ചെയ്യുക. ഉത്സാഹം കുറയും, മറവി ഉണ്ടാകും. അതുകൊണ്ട് ബിത്വന വയറു നിറച്ച് ഭക്ഷണം കഴിക്കലും ഒഴിവാക്കുക. വൽ ഖറാബ് എപ്പോഴും ഇങ്ങനെ ഉറക്കി തൂങ്ങുക, അല്ലെങ്കിൽ വെറും ഉറക്ക്, എപ്പോഴും ഉറക്ക് തന്നെ, അത് വളരെ അപകടം ചെയ്യും. നമ്പർ 12
وشدد المنية واستعصي الهوى فمن يسر تابعها فقد هوى. ഷറദ യുഷരിദുവിന്റെ അമ്രാണ് ഷരിദ്, നീ ആട്ടി ഓടിച്ചോ, ദൂരെയാക്കിക്കോ. അൽ മുനിയത്ത സുഖലോലുപ മോഹങ്ങളെ, ഇവിടുത്തെ മോഹങ്ങൾ ഐഹികമായ മോഹങ്ങളെ ഒക്കെ നീയാണ്ട് ആട്ടി ഓടിച്ചോളാം. വസ്താസ്വി നീ എതിര് കാട്ടിക്കോ. അൽ ഹവ നിന്റെ ദേഹച്ചയോട്. നമ്മുടെ ശരീരത്തിൽ പലതും ഇങ്ങനെ തോന്നും, അങ്ങനെ വേണം ഇങ്ങനെ വേണം, നല്ല ഭക്ഷണം അത് ഇത്. അപ്പം മനസ്സിന്റെ ആ തോന്നലുകളും ദേഹച്ച അതിനോട് നീ എതിര് കാണിക്കുക. ഫ മൻ, കാരണം ഫ മൻ വല്ല ഒരാളും യസ്വിർ ആയാൽ, മൻ ഷർത്താണ്, ഇസ്മു ഷർത്ത് മുബ്ത ജാസിം. യസ്വിർ ഫിയാല് നാഖിസ് ലമീർ ഇസ്മ് മജ്സൂമാണ് മന്നുകൊണ്ട്. അപ്പോൾ ഫമൻ യസ്വിർ ആരെങ്കിലും ആയാൽ, താബിഅഹ ദേഹച്ചയോട് പിൻപറ്റുന്നവനായാൽ, ഫഖദ് ഹവാ അവൻ പരാജയത്തിൽ വീണുപോയി. ഹവാർണ സഖത്ത അവൻ വീണുപോയി. അപ്പൊ അവനവന്റെ ഈ ഇവിടത്തെ ദുന്യവിയായ ആഗ്രഹങ്ങളും സാഫല്യങ്ങളും ഇവിടത്തെ മോഹങ്ങളും ഒക്കെ അവൻ ഒഴിവാക്കണം. അപ്പൊ ഇൽമുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്താൻ കഴിയണം. ദേഹേച്ഛയുമായി ബന്ധപ്പെട്ട് തന്റെ ശരീരത്തിൽ ഇച്ഛിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൽമുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കില്ല. അത് ശ്രദ്ധിക്കണം എന്നർത്ഥം. നമ്പർ 13 വജിദ്ദ ഫി ത്വീലാബി ജിദ്ദൻ അയ്യജിദ് വഖീല ഫിൽ മത്ലബി മൻ ജദ്ദ വജദ്. ജദ്ദ യജുദ്ദു എന്നും ജദ്ദ യജിദ്ദു രണ്ടും ഫിയലുണ്ട്. പരിശ്രമിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അതിന്റെ അമ്ര ഹാലിറാണ്. ജിദ്ദ ജുദ്ദ രണ്ടും വായിക്കാം. അപ്പോൾ ജിദ്ദ നീ നല്ലോണം പരിശ്രമിച്ചോ. ഫിത്വിലാബി ത്വാലബ യുത്വാലിബു എന്നാണ് മസ്തർ. അതിൽ അലിഫ്ലാം കടന്നതാണ്. ഖിതാല് പോലെ ത്വിലാബ്. അപ്പോൾ ജിദ്ദ നീ നല്ലോണം പരിശ്രമിച്ചോ. ഫിത്വിലാബി ഇൽമിനെ തേടുന്നതിൽ നല്ലോണം പരിശ്രമിച്ചോ. ജിദ്ദൻ ഒരു പരിശ്രമിക്കൽ മഫൂല് മുത്ലഖ്. അയ്യ ജിദ്ദിൻ പൂർണ്ണമായതായ. ഈ അയ്യ് എന്ന് പറഞ്ഞ എനിക്ക് ഖമാലിയത്തിന്റെ അയ്യ് എന്നാ പറയാം. ഒരു നെക്രയ ഇസ്മിനിക്ക് അയ്യ് കൊണ്ട് ഇലാഫത്ത് ചെയ്യും. റഅയ്തു റജുലൻ അയ്യ റജുലിൻ എന്ന് പറഞ്ഞാൽ കാമിലായ ഒരു മനുഷ്യൻ. ഇഷ്തറൈതു സൗബൻ അയ്യ സൗബിൻ കാമിലായ ഒരു വസ്ത്രം. അപ്പൊ ജിദ്ദ മഫൂൽ, ജിദ്ദൻ മഫൂല് മുത്ലഖ്. അയ്യ എന്ന് പറഞ്ഞത് ആ ജിദ്ദൻ എന്ന് പറഞ്ഞേക്ക് സിഫത്ത്, ജിദ്ദിൻ എന്ന് പറഞ്ഞ മുലാഫിലേഹി, ഇങ്ങനെ തെറുക്കി വെക്കുക. അപ്പൊ ജിദ്ദൻ അയ്യ ജിദ്ദിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പരിശ്രമിക്കൽ പരിശ്രമിച്ചോ. വഖീല പറയപ്പെട്ടു ഫിൽ മത്ലബി ഇൽമിനെ പഠിക്കുന്ന വിഷയത്തിൽ മൻ ജദ്ദ ആരെങ്കിലും പരിശ്രമിച്ചാൽ വജദ അവൻ അതിനെ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ കുറച്ച് പരിശ്രമിച്ചാൽ ഏത് ഫന്നാവട്ടെ അവൻ പഠിക്കാൻ അവന് സാധിക്കും. അപ്പോൾ വഖീല പറയപ്പെട്ടു ഫിൽ മത്ലബി എന്നതിന്റെ അർത്ഥം മത്ലബ് പറഞ്ഞാൽ ഇൽമിനെ പഠിക്കുന്ന വിഷയത്തിൽ മൻ ജദ്ദ ആര് പരിശ്രമിച്ചാലും വജദ അവൻ അതിനെ എത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഫിൽ മത്ലബ് എന്ന കിതാബിൽ പറയപ്പെട്ടു എന്നൊന്നും വെക്കണമെന്നില്ല, ഇൽമിനെ പഠിക്കുന്നതിൽ എന്ന് വെച്ചാൽ മതി. നമ്പർ 14 വസ്ബിർ അലാ മറാറത്തി ദുല്ലി വമൻ മഖദ് ഉസീബ മിൻ മസ്വാഇബിസ് സമൻ. വസ്ബിർ വിദ്യാർത്ഥിനെ ക്ഷമിച്ചോ. അലാ മറാറത്തി ദുല്ലി അപമാനം എന്ന കയ്പിന്റെ മേലിൽ. ഒരു കുട്ടി ഇൽമു പഠിക്കാൻ പോകുമ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചില അപമാനങ്ങളൊക്കെ നേരിടും. ചിലപ്പം അവന്റെ കുടുംബത്തിൽ നല്ല പാന്റ് ധരിക്കുന്നവര്, നല്ല മുടി വളർത്തുന്നവര്, വെറും നാട്ടിലെ കാര്യങ്ങളും കളികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് തമാശക്കെങ്കിലും ഇങ്ങനെ ഓതാൻ പോയിക്കോ, നീ ഒരു മൂല്യാരായി ഇങ്ങനെ തലയികെട്ടും കെട്ടി നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ചെറിയ അപമാനം, മറാറത്ത് എന്ന കയ്പ്. അപ്പൊ അപമാനം എന്ന കയ്പിന്റെ മേൽ ക്ഷമിച്ചോ. വാമൻ ആരാണ്? ഇസ്തിഫാമ്. മാ നഫി മാ ഇല്ല, ഖദ് ഉസീബ അവനിക്ക് എത്തിക്കപ്പെട്ടിട്ടില്ല, മിൻ മസ്വാഇബി സമൻ കാലത്തിൽ നിന്നുള്ള നാശം, പ്രയാസങ്ങളും വിഷമങ്ങളും തീരെ എത്തിക്കപ്പെടാത്തവൻ ആരാണ്? അപ്പം വിദ്യാർത്ഥിയാകുമ്പോൾ ഇൽമിനെ പഠിക്കാൻ പോകുമ്പോൾ മുത്താലിം ആകുമ്പം ചില വാക്കുകളിലും കുത്തുവാക്കുകളും മറ്റുമൊക്കെ അപമാനത്തിന്റെ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. അതൊന്നും സാരല്ല. കാരണം അവൻ ആരുണ്ട്? മാ ഖദ് ഉസീബ എത്തിക്കപ്പെടാത്തവൻ, മിൻ മസ്വാഇബി സമൻ കാലത്തിന്റെ വിഷമങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും തീരെ എത്തിക്കപ്പെടാത്തവൻ ആരുണ്ട്? അപ്പൊ ഈ ഒരു കേൾക്കേണ്ടി വന്നാൽ ഇതൊന്നും വലിയൊരു വിഷമൊന്നുമല്ല, നീ ക്ഷമിക്കണം എന്നർത്ഥം. നമ്പർ 15 വജമ്മിഅൽ ഫഹ്മ മഅൽ ലിഫ്ളി ഫഖദ് യുഹസ്വലുൽ ഇൽമു ബിഹാദൈനി ഫഖദ്. വജമ്മിഅ നീ ഒരുമിച്ച് കൂട്ടിക്കോ. അൽ ഫഹ്മ ഗ്രഹിക്കലിനെ, മനസ്സിലാക്കലിനെ, മാൽ ഫഹ്മി ആ മനസ്സിലാക്കിയതിനെ മനപ്പാടമാക്കലോടുകൂടെ. അത് രണ്ടും വേണം. വെറും മനസ്സിലാക്കിയാൽ പോരാ, വെറും മനപ്പാടും കഴിയില്ലല്ലോ. അതായത് ശരിക്കും മനസ്സിലാക്കിയിട്ട് മനപ്പാടാക്കണം.
അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ. ക്ലാസ്സിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലായി, ശരിക്ക് പാഠം തിരിഞ്ഞു, എന്നാൽ പിന്നെ കിതാബ് പൂട്ടിവെച്ച് പോകരുത്. പിന്നെന്ത് വേണം? അത് വീണ്ടും വീണ്ടും മനസ്സിരുത്തി ഇങ്ങനെ കിതാബ് പൂട്ടിവെച്ച് ഇന്നെന്ത് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു, എന്താണ് ഈ മസല, അതിങ്ങനെ മനനം ചെയ്തെടുത്തുകൊണ്ട് മനസ്സിൽ ഇതിങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. അത് രണ്ടും രണ്ടാണ്. ക്ലാസ്സിൽ നിന്ന് തന്നെ ഉസ്താദിൽ നിന്ന് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ വിവരങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായാലും വീണ്ടും വീണ്ടും കിതാബ് മുതാല ചെയ്തുകൊണ്ടും അത് പൂട്ടിവെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് അതിങ്ങനെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് ഹിഫ്ളാക്കുക, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടണം. ഫഖദ്, കാരണം ഇവിടെ ശരിക്കും മുലാരിയായ ഫീൽ ഖദ് വന്നാൽ തഖ്ലീലിനാണെങ്കിലും ഇവിടെ തഹഖീഖിനാണ്. ഫഖദ്, നിശ്ചയമായിട്ടും യുഹസ്വറുൽ ഇൽമു, ഇൽമിനെ കരസ്ഥമാക്കപ്പെടും, ബിഹാദേനി, ഇത് രണ്ടുകൊണ്ടും. അതായത് മനസ്സിലാക്കുകയും വേണം, അത് മനഃപ്പാടമാക്കുകയും വേണം. ഫഖദ്, അത്രമാത്രം. അത് ഫഖത്വ എന്നുള്ളതിന്റെ അതേ അർത്ഥം. ഫ തസീനുൽ ലഫ്ള് സായിദ, ഖദ് ഇസ്മു ഫീല് ഫായില് മുദ്മർ എന്ന് പറയും. ഖത്തിന്റെ അത് മതിയാക്കിക്കോ, ഇത് രണ്ടും വേണം, നല്ലോ ശ്രദ്ധിച്ചോ എന്നർത്ഥം. നമ്പർ 16 വതവീലി സ്വബ്റ വസിദ് ഇഗ്റാമ ഫഹുവ സബീലു മൻ ലിശൈഇൻ റാമ. തവ്വല യുതവ്വിലുന്റെ അംറ് വതവ്വിൽ, നീ നീട്ടിക്കോ. അസ്വബ്റ മഫ്ഊല്, ക്ഷമയെ നീ നീട്ടിക്കോ, അപ്പൊ നല്ലോണം ക്ഷമിച്ചോ. വസിദ്, സാദ യസീദുന്റെ അംറ് ഹാദിർ, ഫീലും ഫായില് തവ്വിൽ എന്നിടത്ത് അദഫ്. വസിദ്, നീ കൂടുതലാക്കിക്കോ. ഇഗ്റാമ, ശരിക്ക് അലച്ച വെക്കലിനെ, ആഗ്രഹത്തിന്, ഇൽമിനോടുള്ള അത്യാഗ്രഹം നിനക്ക് വേണം, അതിനെ നീ കൂടുതലാക്കിക്കോ. ഫഹുവ, അപ്പൊ ഇത് പറഞ്ഞാൽ നല്ല ക്ഷമയും ഇൽമിനോട് ആഗ്രഹമുണ്ടാകലും. സബീലുമൻ, ഒരുത്തന്റെ വഴിയാണ്. ലിഷയിൻ, ഒരു വസ്തുവെ, റാമ, അവൻ തേടി. ഏതൊന്നിനെ നാം ആഗ്രഹിക്കുന്നുവോ തേടുന്നുവോ അതിലേക്ക് നല്ല ആഗ്രഹം ഉണ്ടാകണം, അതിന്റെ ലഭിക്കാനുള്ള വഴികളിൽ ക്ഷമ കൈക്കൊള്ളുകയും വേണം, ഇത് രണ്ടും വേണം. അപ്പൊ നല്ലോണം ക്ഷമയും വേണം, നല്ല ആഗ്രഹവും വേണം, എങ്കിലേ ഇൽമു കിട്ടൂ എന്നർത്ഥം. നമ്പർ 17 വബായിദി സ്വദറാവദാരിൽ ഖാലി വസുദ്ദ ബാബ കസറത്തിൽ മഖാലി. വബായിദ്, ബാദ യുബായിദുന്റെ അംറ് ഹാദിറാണ്. വബായിദ്, നീ ദൂരെയായിക്കോ, ദൂരെയാക്കിക്കോ. അസ്വദറ, സ്ഥാനത്തിന്, എനിക്ക് വരെ മുമ്പിലൊക്കെ സ്ഥാനം കിട്ടണം, എനിക്ക് കുട്ടികളുടെ മുമ്പിൽ സ്ഥാനം കിട്ടണം. അതായത് ഭൗതികമായ സ്ഥാനത്ത് ആഗ്രഹിക്കേണ്ട, താഴ്മ വേണ്ടത്. വിനയവും താഴ്മയും ഉണ്ടാകുമ്പോഴാണ് ഇൽമു കിട്ടുക എന്നർത്ഥം. അപ്പം മജ്ലിസിലായാലും ഇരിപ്പിടത്തിലായാലും എവിടെയായാലും എനിക്കൊരു പവർ വേണം എന്നുള്ള കിബറിന്റെയും അഹന്തയുടെയും ആ സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥാന ലഭ്യതയെ നീയാണ്ട്, ആ സ്ഥാനത്തിനെ നീയാണ്ട് ഉപേക്ഷിച്ചളാ, ദൂരെയാക്കിക്കള. വദാരി, ദാറായുദാരി എന്നതിന്റെ അംറ് ഹാദിർ. വദാരി, നീ മൃദുലമായി പെരുമാറിക്കോ. അൽ ഖാലിയ, ദേഷ്യപ്പെടുന്നവനോട്. ഖല അറിഞ്ഞ ഇസ്മു ഫൈലാണ് ഖാലി, അപ്പൊ ദേഷ്യപ്പെടുന്നവനോട്. ചിലപ്പോൾ ഉസ്താദ് ദേഷ്യപ്പെട്ടു, വിദ്യാർത്ഥികൾ ദേഷ്യപ്പെട്ടു, ചലവടിക്കാര് ദേഷ്യപ്പെട്ടു, നാട്ടുകാർ ദേഷ്യപ്പെട്ടു, അവിടെയൊക്കെ വദാരി, അവരോട് മൃദുലമായി പെരുമാറുക. അവരിങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഒരു മുതഅല്ലിമു തത്തുല്യമായി അങ്ങോട്ട് കയർത്ത് സംസാരിക്കാനോ ദേഷ്യപ്പെടാനോ പോകുന്നതിന് പകരം അതെല്ലാം ക്ഷമിച്ച് നല്ല മൃദുലമായിട്ട് നല്ല സമീപനമാവണം എന്നർത്ഥം. വസുദ്ദ, സദ്ദ യസുദ്ദുന്റെ അംറ് ഹാദിർ. വസുദ്ദ, നീ അടച്ചള, നീ അടക്കുക. ബാബ, വാതിലിനെ. കസറത്തിൽ മക്കാലി, സംസാരം അധികമാക്കുക എന്ന അധികരിപ്പിക്കുന്നതിന്റെ വാതിലിനെ. സംസാരം കസറത്ത്, അധികമാക്കലിന്റെ ബാബ് എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള സംസാരം വരുത്. ഇൽമിയായ ചർച്ചകളും ഉപകാരപ്രദമായതും സംസാരിക്കുക എന്നല്ലാതെ പൊതുവെ മുതഅല്ലിമ് വെറുതെ നാട്ടുവർത്തമാനങ്ങളും മറ്റു കാര്യങ്ങളും ആവശ്യമില്ലാത്ത സംസാരം ഉപേക്ഷിച്ചേ പറ്റൂ, എങ്കിലേ ഇൽമു ലഭിക്കൂ എന്നർത്ഥം. നമ്പർ 17 വർഗബ് മാനില്ലി ആബി വൽ മാലാഹി ഫലിൽ മുലം യസുല്ലി ഖൽബിൻ ലാഹി. വർഗബ്, നീ ആഗ്രഹിച്ചോ. അനില്ലി ആബ്, ലാബ് കളി, അതിന്റെ ജമാണ് ലിയാബ്, കളികളെ തൊട്ട്. വർഗബ്, വിദ്യാർത്ഥി, നീ ആഗ്രഹിച്ചോ. അനില്യാബി, കളികളെയും വിട്ട് ആഗ്രഹിച്ചോ പറഞ്ഞാൽ അതിൽ നീ ഉത്സാഹം കാണിക്കരുത്, അതിനെ നീ അവഗണിച്ചോ, വേണ്ടെന്ന് വെച്ചോ എന്നർത്ഥം. റഗിബ ഫീഹി എന്നാകുമ്പം അതിൽ ആഗ്രഹിക്കുക എന്നാ, അപ്പൊ അത് ചെയ്യണമെന്ന്. ഇവിടെ റഗിബ അൻഹു, അതിനെയും വിട്ട് ആഗ്രഹിക്കുക, അപ്പൊ അത് ഉപേക്ഷിക്കുക എന്നർത്ഥം. അപ്പൊ വർഗബ് അനില്യാബ്, കളികളെ തൊട്ട് നീ ആഗ്രഹിച്ചോ പറഞ്ഞാൽ കളികൾ വേണ്ട, കളിയെയും വിട്ട് നീ ആഗ്രഹിച്ചോ, അതിൽ നീ ശ്രദ്ധിക്കാനേ പാടില്ല. ഒരു തരം കളികളും, മൊബൈലുള്ള കളികളായാലും ഗെയിമായാലും മറ്റു കളികളായാലും വിദ്യാർത്ഥികൾക്ക് കളികൾ അത്ര നല്ലതേ അല്ല.
അതുപോലെ തന്നെയാണ് വൽ മലാഹി, മിൽഹ എന്ന് പറഞ്ഞ ജമ്മാണ് മലാഹി. അതുപോലെ തന്നെ മറ്റുള്ള ആസ്വാദനങ്ങൾ അതും നീ ഒഴിവാക്കിക്കോ. ഫൽ ഇൽമു, കാരണം അറിവ്, ലംയാസുള്ളത് കരസ്ഥമാകൂല, ലി ഖൽബിൻ ഒരു ഹൃദയത്തിന്, ലാഹി ഇത്തരം വിഷയങ്ങളിൽ അശ്രദ്ധമാകുന്നതായ, ലാഹി എന്നാൽ ലഹുവുടേതായ അശ്രദ്ധമുടേതായ ഹൃദയങ്ങൾക്ക്. അപ്പോൾ കളികളും കളി ആയുധങ്ങളും, വൽ മലാഹി എന്നാൽ കളിയുടെ ഉപകരണങ്ങൾ എന്നർത്ഥം വെക്കാം. ഇൽഹാറിന്റെ ജമ്മാവുമ്പോൾ കളി ഉപകരണങ്ങൾ. അപ്പൊ കളികളും വിനോദങ്ങളും വിനോദോപകരണങ്ങളും അതൊന്നും കുട്ടിക്കുണ്ടാകാൻ പാടില്ല. ഗെയിം കളികൾ, മറ്റത് മൊബൈലുകൾ, ആവശ്യമില്ലാത്തതിലൊന്നും അവൻ ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ ആവും ഇൽമു ലഭിക്കൂല എന്നർത്ഥം. നമ്പർ 18 വഖനാബി മൽബൂസിൻ വദനാ ഖൂതി വഫറഗലി ജമ്മിദ്ദുർരി വൽയാഖൂതി. ഇഖ്നാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോ. ബി മൽബൂസിൻ, വസ്ത്രം കൊണ്ട്. അവിടെ ബി അദ്നാ മൽബൂസിൻ, വസ്ത്രത്തിൽ നിന്നും താഴ്ന്നതുകൊണ്ട്, ആ ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടോ. വാദന കൂത്തി, ഭക്ഷണത്തിൽ നിന്നും താഴ്ന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടോ. ഭക്ഷണമായാലും വസ്ത്രമായാലും നിനക്ക് ഏതാണോ ലഭിക്കുന്നത് അത് മാത്രം, അതിലൊക്കെ ഒരു തൃപ്തി കാണിക്കണം. എനിക്കത് വേണമല്ലോ ഇത് വേണമല്ലോ എന്നുള്ള കൊതികളും ആഗ്രഹങ്ങളും ഉണ്ടായാൽ ഇൽമുമായി ബന്ധപ്പെടാൻ അവന് സൗകര്യങ്ങൾ കുറയാണ് ചെയ്യാം. കാരണം അതിലൊന്നും ശ്രദ്ധിക്കണ്ട. വഫറഗ്, നീ ഒഴിഞ്ഞോ. ലി ജമ്മി, ഒരുമിച്ച് കൂട്ടാൻ. അദുരി, മുത്തുകളാകുന്ന വിജ്ഞാനത്തെ. വല്യാഖൂത്തി, മാണിക്യമാകുന്ന അറിവുകളെയും. അപ്പൊ ഇൽമിനെ മാണിക്യത്തോടും മുത്തുകളോടും തുല്യമാക്കുകയാണ്. ആ മുത്തുരത്നങ്ങളെ പോലെയുള്ള ഇൽമിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നീ അങ്ങ് ഒഴിഞ്ഞോ. അപ്പൊ അതിലേക്ക് നീയാണ്ട് വ്യാപൃതനായിക്കോ. വസ്ത്രവും ഭക്ഷണവും ഒക്കെ അത്രയൊക്കെ മതി, അതൊക്കെ അത്യാവശ്യത്തിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നർത്ഥം. നമ്പർ 19 വബദ്ദില്ലൗത്വാന വല്ലഹബാബ വദുർകമൽ ഫാഖിറു ബാബം ബാബാ. വദ്യാനി, യാത്ര പറഞ്ഞോ, നീ ഒഴിവാക്കിക്കോ. ലൗത്താന, നിന്റെ ഗേഹങ്ങളെ, വീടുകളെ. അവനാന്റെ വീട്ടിൽ നിന്ന് കോളേജിക്കോ മദ്രസക്കോ ഒക്കെ പോകുമ്പോൾ ആ വീടുകളുമായിട്ടുള്ള ബന്ധമൊക്കെ കൊണ്ട് പിരിഞ്ഞിരിക്കേണ്ടി വരും. രണ്ടാഴ്ച എല്ലായ്പ്പോഴും വീടുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഇൽമുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. വദ്ദായുവദ്യു, വിദാഴ് എന്നൊക്കെ പറയും. വദ്ദായുവദ്യു തൗദിയ്, വതനിന്റെ ജമ്മാണ് ഔത്വാൻ. അപ്പം നിന്റെ വീടുകളോട്, ഭവനങ്ങളോടൊക്കെ നീയാണ്ട് യാത്ര പറഞ്ഞു പിരിഞ്ഞോ. അതൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ടും 3 ആഴ്ച കഴിഞ്ഞിട്ടും 4 ആഴ്ച കഴിഞ്ഞിട്ടും ഒക്കെ വീട്ടിൽ വരിക. എപ്പോഴും വീടുമായിട്ടുള്ള സമ്പർക്കവും ബന്ധവും ഒഴിവാക്കണം. അപ്പോഴേ ഇൽമു കിട്ടും. വല്ല ഹബാബ, നിന്റെ നാട്ടിലെ ചങ്ങാതിമാരോടും സുഹൃത്തുക്കളോടും ഒക്കെ നീ യാത്ര പറഞ്ഞു പിരിയ. എപ്പോഴും അവരുമായിട്ട് ഇങ്ങനെ മെസ്സേജും അവരുമായിട്ട് ഇങ്ങനെ നീ ബന്ധപ്പെടലും ആയാൽ, അവരുമായിട്ട് എപ്പോഴും സംസാരിക്കലും ബന്ധപ്പെടലും ആയാൽ ഇൽമുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കലും തന്നെ അവരുമായിട്ടുള്ള ചാറ്റിങ്, അവരുമായിട്ട് വിളിക്കുക, നാട്ടിലെ ചങ്ങായിമാരുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുക, അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. വദ്ദുർ, ഇൽമിന് വേണ്ടിയിട്ട് നീ ചുറ്റി സഞ്ചരിച്ചോ. ദാറയദൂറിന്റെ അമൃദുർ കാലയക്കൂലുക്കുൽ പോലെ. അപ്പൊ നീ ചുറ്റി സഞ്ചരിച്ചോ. കമൽ ഫഖീറു, അവിടെ 2 കുറേ തെർക്കീബ് വെക്കുക, ഒന്ന് ഞാൻ വെക്കുന്നു. മാ സായിദ, അപ്പൊ കൽ ഫഖീരീൻ, ഫഖീറിനെ പോലെ. അല്ലെങ്കിൽ ക അറഫ് ജെറ്, മാ മസ്തരിയ, അൽ ഫഖീറു കളയപ്പെട്ട ഫേലിന്റെ ഫായില്. അപ്പൊ ഖമാ യദൂറുൽ ഫഖീറു, ഫഖീർ ചുറ്റി സഞ്ചരിക്കും പോലെ. ഫഖീർമാരിങ്ങനെ ഓരോ സ്ഥലത്തും താൻ ആഗ്രഹിച്ച മുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്, ഭക്ഷണ മാർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഫഖീർമാരെന്ത് ചെയ്യും, യാചകരിങ്ങനെ ചുറ്റി സഞ്ചരിക്കും. അതുപോലെ വദുർ, നീ ചുറ്റി സഞ്ചരിച്ചോ. കമൽ ഫഖീറു, ദരിദ്രൻ ചുറ്റി സഞ്ചരിക്കുന്നത് പോലെ. ബാബൻ ബാബ, അത് ദുർ അറിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നീ ഓരോ ഇൽമിന്റെ ബാതിലും നീ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചോ. അല്ലെങ്കിൽ ഫഖീറിനോട് ബന്ധപ്പെട്ടതാക്കാം. കമൽ ഫഖീറു, ദരിദ്രൻ ചുറ്റി സഞ്ചരിക്കുന്നത് പോലെ. ബാബം ബാബ, ഓരോ വീട്ടുകാരന്റെയും ബാതിൽ ഇങ്ങനെ പോയി ചുറ്റി സഞ്ചരിക്കുന്നത് പോലെ നീ ചുറ്റി സഞ്ചരിച്ചോ. അപ്പൊ ആ ബാബൻ എന്ന് പറഞ്ഞത് 2ലേക്കും ബന്ധപ്പെട്ടതു ആക്കാം എന്നർത്ഥം. അപ്പൊ ഇവിടെ വിഷയം ഇൽമു കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ അവിടെ നല്ലൊരു ക്ലാസ് ഉണ്ട് കേൾക്കുമ്പോൾ അവിടെ പോയി, ഇവിടെ നല്ലൊരു കിതാബ് ഉണ്ട് കേൾക്കുമ്പോൾ ഇവിടെ പോയി, അവിടെ നല്ലൊരു ചർച്ച ഉണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ പോയി. അതാണ് ഇവിടെ ഉദ്ദേശം. ഇൽമിന് വേണ്ടിയിട്ട് നീ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നാലും ആ ഉസ്താദ് അവിടുന്ന് ദർസ് മാറിയിട്ട് പുറത്തേക്ക് വേണ്ടുന്ന ആ ഉസ്താദിന്റെ കൂടെ അങ്ങോട്ട് പോവുക. അവിടെ നിന്ന് ഉസ്താദ് അടുത്ത കൊല്ലം ദർസ് വേറൊരു പള്ളിയിലാണ്, അവിടേക്ക് പോവുക. ഇങ്ങനെയൊക്കെ ഇൽമിന് വേണ്ടിയിട്ട് നീ ശുഗലായിക്കോ എന്നർത്ഥം. നമ്പർ 20 വാത്വിലിൽ ബുസ്താന വദ്ദൂക്കാന വഖല്ലി കുല്ലൻ കായിനം മൻകാന. അത്വല യുഅത്വിലു വഅത്വിൽ,
നീ അങ്ങ് ഉപേക്ഷിച്ചോ, മുടക്കിക്കോ പറഞ്ഞാൽ ഉപേക്ഷിച്ചോ അൽ ബുസ്താന, നിന്റെ തോട്ടങ്ങളെ. നാട്ടിൽ തോട്ടമുണ്ട്, ആ ശ്രദ്ധയൊക്കെ ഉണ്ട് വിട്ടോ. ദുഃഖാന കടയെയും, പാപ്പാക്ക് ജ്യേഷ്ഠന് കുടുംബക്കാർക്ക് വീട്ടുകാർക്ക് കടണ്ട്, ആ കടയിൽ കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കാൻ പോയാൽ ഇവിടെ ഇലുമ്പ് ബന്ധപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ തോട്ടങ്ങളെയും അതുപോലെ തന്നെ പീഡിയകളെയൊക്കെ കുറച്ച് കാലത്തേക്ക് നീ ഇൽമ തേടാൻ പോകുമ്പോൾ അവുമായിട്ടൊക്കെ വിട്ടു പിരിഞ്ഞു വായിക്കോ. വഹല്ലി ഹല്ലായു ഹല്ലി, നീ ഒഴിവാക്കിക്കളാം കുല്ലൻ എല്ലാരെയും. എൻ്റെ സുഹൃത്തുക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരൊക്കെ ഇൽമിനെ പഠിക്കുന്ന കാലത്ത് അവരുമായിട്ടുള്ള സമ്പർക്കം നീ കുറച്ചാണ്ട് ഒഴിവാക്കണം. അതാ ഹല്ലി, നീ ഒഴിവാക്കിക്കോ കുല്ലൻ എല്ലാരെയും. കായിനൻ, അവൻ തന്നെ ആയ സ്ഥിതിയിൽ, കായിൻ എന്ന് പറഞ്ഞാൽ ഫീലിൻ ആഖിസിന്റെ ഇസ്മുഫായിലാണ്, കുല്ലൻ എന്ന് പറയുന്നത് ഹാല, അവൻ ആയ സ്ഥിതിയിൽ, മൻ ഒരാളായ സ്ഥിതിയിൽ, അത് മൗസൂല കായിൻ എന്ന് പറയുന്ന ഖബർ. കാന ഫീലും ഫായില്, കാന താമാണ്, കാന ഫീല് താമ്, ലമീർ ഫായില്, ജുംല മൻ എന്ന് പറഞ്ഞ മൗസൂലയുടെ സില. അവിടെ എന്താ അർത്ഥം? കായിനം മങ്കാന, ആരായാലും ശരി എന്നാണ് ഉദ്ദേശം. നേരത്തെ അർത്ഥം വെക്കല് വഹല്ലി, നീ ഉപേക്ഷിക്കുകയും ചെയ്തോ കുല്ലൻ ഏതൊരാളെയും. കായിനൻ, അവൻ തന്നെ ആയ സ്ഥിതിയിൽ, മൻ ഒരാളായ സ്ഥിതിയിൽ, കാന അവനുണ്ടായി, അപ്പൊ ആരാവട്ടെ എന്നർത്ഥം. അപ്പൊ എല്ലാവരുമായിട്ടും ബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ട് ഇൽമിനെ തേടുന്ന കാലഘട്ടത്തിൽ തന്റെ പള്ളിയും തന്റെ ദർസും തന്റെ ഇൽമുമായിട്ട് തന്നെ ബന്ധപ്പെടാം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം നാട്ടിലേക്ക് വിളിക്കുകയും അത്യാവശ്യത്തിന്റെ കാര്യങ്ങളിൽ മാത്രം ചാറ്റും ചെയ്യാം. അല്ലാതെ ഒരിക്കലും നീ ഇസ്സത്ത് നൽകിക്കോ അന്നഫ്സാൻ, നിന്റെ ശരീരത്തിലേക്ക് ഒരു ശാക്തീകരണം നൽകിക്കോ, നിന്റെ ശരീരത്തിനെ നീ അസീസാക്കിക്കോ. അനിൽ മസ്വാലിഹി, ശാരീരികമായ നന്മകളെ തൊട്ട്. അപ്പൊ മുടി ചീകുക, എണ്ണയിടുക, സ്ഥിരി ഇടുക, എപ്പോഴും ഇങ്ങനെ ശരീരം മിനുക്കിക്കൊണ്ടിരിക്കുക പോലെയുള്ള ശാരീരികമായ വൈയക്തികമായ മസ്ലാത്തുകളെ തൊട്ടൊക്കെ എന്റെ ശരീരത്തിന് നീയാണ്ട് ശാക്തീകരണം നൽകിക്കോ. അതിനൊന്നും നീ സമയം ചെലവഴിക്കാതെ ശ്രദ്ധിച്ചോ എന്നർത്ഥം. കാരണം ഫശുഗലു, ഇത്തരം ഷുഗലുകൾ ലിത്വാലിബി, വിദ്യാർത്ഥിക്ക് ഗൈറു സ്വാലിഹി, അത് നല്ലതല്ലാത്തതാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ കിതാബ് പഠിക്കാനും അത് എഴുതാനും അതിന്റെ കാര്യങ്ങളുമായിട്ട് വ്യാപൃതനാകലാണ് ഇത്തരം കാര്യങ്ങളിൽ ഷുഗലാകുന്നതിനേക്കാളും അവന് ഏറ്റവും ഇൽമു ലഭിക്കാൻ ഉത്തമം എന്നർത്ഥം. ബൈത്ത് നമ്പർ 22. വഹഖിഖിൽ മുശിക്കീല വൽ മുഅവ്വല വത്തബിഇൽ വഹവാസി വദല. വഹഖിഖ്, നീ നല്ലവണ്ണം ക്ലിയർ ആക്കിക്കോ, തഹഖീഖാക്കിക്കോ, സലക്ഷ്യം ശരിക്ക് നീ സമർത്ഥിച്ച് കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കിക്കോ. അൽ മുഷ്കില, സംശയാസ്പദമായ കാര്യങ്ങളെ. ഏത് ഫന്നിലും ചില ഭാഗങ്ങൾ സംശയാസ്പദമായതുണ്ടാകും. അത് ഉസ്താദിനോട് ചോദിച്ച് പ്രത്യേകം തഹഖീഖാക്കുക എന്ന് പറഞ്ഞാൽ ഹക്കായ നിലക്ക് അതിനെ നീ ശരിക്ക് വ്യക്തമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ വൽ മുഅവ്വല, വ്യാഖ്യാനിക്കപ്പെടേണ്ട സ്ഥലങ്ങളെയും, വ്യാഖ്യാനിക്കപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം, അള്ളാഹു ആകാശത്തിലാണെന്ന് വരുമ്പോൾ എന്താണ് ഉസ്താദ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കണം. അപ്പൊ അള്ളാഹു ആകാശത്തിൽ എന്ന് അർത്ഥം വെക്കാൻ പാടില്ല. മംഫിസമാ എന്നതിന് അള്ളാഹു തആലാന്റെ റഹ്മത്ത് ആകാശത്തിലാണ് എന്നോ അതുപോലെയുള്ള അർത്ഥങ്ങളോ എന്താണ് വെക്കേണ്ടത് എന്നെല്ലാം അതിന്റെ വ്യാഖ്യാനങ്ങൾ നൽകും. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ഒരുപാട് ഹദീസുകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. ആ വ്യാഖ്യാനിക്കപ്പെടേണ്ടവയെയും സംശയാസ്പദമാകുന്നതിനെയും ഒക്കെ നീ ശരിക്ക് തഹഖീഖാക്കി മനസ്സിലാക്കിക്കോ. ഒത്തബീനി, പിന്തുടർന്നോ. ലഫ്വാഹ, ഉസ്താദുമാരെ വായകളോട് പിന്തുടർന്നോ. എന്താണ് ഉസ്താദിന്റെ വായിൽ നിന്ന് വരുന്ന ഇൽമ് ശരിക്ക് നീ മനസ്സിലാക്കിക്കോ. എന്നിട്ട് എഴുതിയൊക്കെ വെച്ചോ, ശരിക്ക് മനഃപ്പാടമാക്കിക്കോ. സിവ ഇത് ഒഴികെയുള്ളതിനെ ലാ, നീ പിന്തുടരണ്ട. ഉസ്താദ് എന്താണോ പറഞ്ഞ് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തരുന്നത് അതിനെ പിന്തുടരാൻ വേണ്ടത്, അതല്ലാത്തതിനെ ലാ, നീ പിന്തുടരാൻ പാടില്ല. ചില പതിപ്പുകളിൽ വസ്സവാദ ലാ എന്നുണ്ട്. അപ്പൊ കറുപ്പിനോട്, അപ്പൊ എഴുത്ത്, ആ എഴുത്തുകളോടും വരികളോടും മാത്രം ലാ, നീ പിന്തുടരണ്ട. അപ്പൊ എന്താണ് ആ ഇബാറത്ത്, നീ സ്വന്തം അർത്ഥം വെക്കല്ല വേണ്ടത്, അതിന്റെ വ്യാഖ്യാനവും അതിന്റെ കാര്യങ്ങളും വിശദീകരണവും ഉസ്താദിനോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ എന്നർത്ഥം. നമ്പർ 23. വഖുദ് വഖുൽ വഖയ്യിദ് ശവാരിദ വസൽ വദാകിർ സ്വാദിറൻ വവാരിദ. നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. വഖുദ്, നീ നല്ലവണ്ണം ഇൽമിനെ പഠിക്കണം. വഖുൽ, അതിങ്ങനെ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നീ അത് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം.
വഖയ്യിദ് ശവാരിദ, ഓടിപ്പോകുന്ന കാര്യങ്ങളെ നീ ശരിക്ക് കെട്ടിയിടണം. അതായത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് മറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഇൽമുകളാണെങ്കിൽ വിഷയങ്ങളാണെങ്കിൽ അതിന് എഴുതി വെക്കണം എന്നർത്ഥം. വസൽ, നീ ശരിക്ക് ചോദിച്ചു പഠിക്കണം. മറ്റുള്ളവരോടും എന്റെ ശരീരത്തോടും അതിങ്ങനെ എപ്പോഴും എപ്പോഴും ആവർത്തനം നടത്തണം. വദാക്കിർ, കൂടിയാലോചന നടത്തണം. അതും മറ്റുള്ളവരോട്, സഹപാഠികളോട്, കൂട്ടുകാരോട്, നിന്റെ സ്വന്തം ശരീരത്തോട് എല്ലാം പെട്ടു കൂടിയാലോചന നടത്തുക. നീ തന്നെ സ്വാദിറ, പോകുന്നവനായ സ്ഥിതിയിലും വാരിദ, വരുന്നവനായ സ്ഥിതിയിലും. അപ്പൊ എല്ലായ്പ്പോഴും നീ എവിടേക്ക് നാട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വരികയാണ്, അല്ലെങ്കിൽ നീ അങ്ങോട്ടൊരു യാത്രയിലാണ്, തിരിച്ചു വരികയാണ്, ഈ സമയത്തൊക്കെ എപ്പോഴും ഇൽമുമായിട്ട് ഇങ്ങനെ ഹൃദയം കൊണ്ട് ശുഗലാക്കണം. മറ്റുള്ളവരുമായി കൂടിയാലോചന നടത്തണം. നമ്പർ 24, വളുന്ന ഫീക ആദിമന്നി സ്വാബി വഇൻ തസ്വിറുക സ്വാഹിബിൻ ഔ സ്വാബി. വളുന്ന, വിദ്യാർത്ഥി, നീ ധരിച്ചോ, ഫീക, നിന്നിൽ. അവിടെ നിന്നിൽ പറഞ്ഞാൽ നിന്നെ നീ ധരിച്ചോ എന്നേ ഉദ്ദേശമുള്ളൂ. ആദിമന്നി സ്വാബ്, കണക്കിനെ ഇല്ലാത്തവനായിട്ട്, കണക്കിനെ എത്തിക്കാത്തവനായിട്ട്. ഇൽമിൽ നിന്നൊരു അത്യാവശ്യം വേണ്ടൊരു കണക്കുണ്ടല്ലോ, അതെനിക്ക് കിട്ടിയിട്ടില്ല, ആവശ്യമായതൊന്നും എന്റെ കയ്യിലില്ല, എനിക്കിപ്പോഴും ഇൽമ കിട്ടിയിട്ടില്ല എന്നേ കരുതാവൂ. അല്ല, ഞാൻ ഇൽമൊക്കെ കിട്ടിയ ഒരാളാണെന്നുള്ള അഹന്തയല്ല വേണ്ടത്. ഞാൻ ഇപ്പോഴും യഥാർത്ഥമായ വിജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കാത്ത ഒരാളാണ് എന്ന് എപ്പോഴും മനസ്സിനെ തൊട്ടൊരു വിനയാന്വിതനാകണം, വിനയം നൽകണം. ഒതുന്നഫീക്കാൻ, നിന്നിൽ നീ ധരിക്കണം, അതായത് നിന്നെ നീ വിചാരിക്കണം. ആദിമൻ നിസ്വാബ്, സക്കാത്തിന്റെ നിസ്വാബ് എന്നറിയില്ല, കണക്കെത്തിക്കാൻ. അപ്പൊ ഒരു വേണ്ട വിധം ഇൽമിന്റെ കണക്ക് എത്തിക്കാത്തവനാണ് ഞാൻ എന്ന് ധാരണയാണ് വേണ്ടത്. വൈൻ തസ്വിറിനി ആയാലും ശരി, സ്വാഹിബിൻ, സ്വാഹിബൻ, നാളെ പോലെ ആയാലും ശരി. ഇസ്മായിൽ ഇബ്നു അബ്ബാദ് എന്നുള്ള വലിയൊരു പണ്ഡിതനായിരുന്നു ആ കാലത്തുള്ള, സ്വാഹിബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആള്. അദ്ദേഹത്തെ പോലെ ആയാലും ശരി. ഔ, അല്ലെങ്കിൽ സ്വാബി എന്ന ആ കാലത്തുള്ള വലിയ പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു, ഓലെപ്പോലെ ആയാലും ശരി. അപ്പൊ സ്വാഹിബ്, സ്വാബി എന്നൊക്കെ പറഞ്ഞ ആ കാലഘട്ടത്തിൽ പ്രസിദ്ധരായ വലിയ 2 പണ്ഡിതന്മാരാണ്. എഴുത്തുകാരനാണ്, ഒരാൾ പ്രാസംഗികനാണ്. അവരെ പോലെയുള്ള ആളൊക്കെ ആയി എത്ര വലുതാലും എന്നാലും എനിക്ക് ഇൽമ കിട്ടിയിട്ടില്ല, ഇനിയും വേണം എന്നുള്ള ആ ഒരു നല്ല വിനയവും ചിന്തയാണ് വേണ്ടത് നടത്തും. നമ്പർ 25, മൻഷൂർലിമാ തഅലമുഹു വഅമൽ ബിഹി ഫമാലി ആസിൻ ഫൈളു ഫളിലി റബ്ബിഹി. വൻഷുർ, നീ പ്രചരിപ്പിച്ചോ. ലിമാ തഅലമുഹു, നീ അറിയുന്ന ഇൽമിനെ. ഉൻഷുർ, നീ പ്രചരിപ്പിച്ചുള്ള ലിമ, ഒരു ഇൽമിനെ താലമോദര നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അറിയണേനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, പഠിപ്പിക്കണം, എഴുതണം, ഏത് വികേതനെയാണെങ്കിലും ശരി. വാമൽ ബി, അവനാൻ പഠിച്ചത് കൊണ്ട് അമൽ ചെയ്യും വേണം. ഫ, കാരണം. മാ, ഇല്ല, മാനഫ്യ. ലി ആസിൻ, തെറ്റ് ചെയ്തവനില്ല, പഠിച്ചു അമൽ ചെയ്യണില്ല, അങ്ങനത്തെ ആളുകൾക്കില്ല. ഫൈലു, ലഭിക്കലില്ല. ഫദ്ലി റബ്ബി, റബ്ബിന്റെ ഔദാര്യം ലഭിക്കലില്ല, അത് ലഭിക്കൂല. അപ്പൊ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ തയ്യാറാകണം. നമ്പർ 26, വതമിമായു ഖല്ലിലുൽ ഫഹ്മാ വമാ യസീദു ഫിന്നിസ്യാനു ഔ യുബ്ദി അമാ. വഹതമി, നീ ഉപേക്ഷിച്ചളാ. മാ, ഒരു ഭക്ഷണത്തിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ. യുഖല്ലിലുൽ ഫഹ്മാ, മനസ്സിലാക്കലിനെ അത് കുറക്കും. മനസ്സിലാക്കലിനെ കുറക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട്, ചില പ്രവർത്തനങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്, അതിനൊക്കെ ഒഴിവാക്കണം. വമാ, ഒന്നിനെയും യസീദു, അത് കൂട്ടും. ഫിൻ നിസിയാനിന്റെ, മറവിയിൽ കൂട്ടും. മറവിണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. ഇപ്പൊ മൂത്രത്തിലേക്ക് തുപ്പുക, ഔറത്തിലേക്ക് നോക്കുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഔ, അല്ലെങ്കിൽ യുബ്ദി, അത് വെളിവാക്കും. അബ്ദ യുബ്ദി, യുദ്ഹിറുന്റെ അർത്ഥം വെളിവാക്കും. ആമൻ, അന്ധതനെ. കണ്ണിന്റെ കാഴ്ചക്കുറവ് എന്ന് മാത്രമല്ല, ഹൃദയത്തിന്റെ കാഴ്ചക്കുറവ്, അതായത് ബസ്വീറത്ത്, ഉൾക്കാഴ്ചക്ക് കുറവുണ്ടാക്കുന്ന, ബുദ്ധിമാന്യം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നീ ഒഴിവാക്കണം എന്നർത്ഥം. നമ്പർ 27, വക്രിമിൽ ഉസ്താദൽ ഇർഷാദി വഖൈറ ആബാഇൽ ലികുല്ലി ഷാദി. വാക്രിം, നീ നല്ലവണ്ണം ബഹുമാനിക്കണം, ആദരിക്കണം. അൽ ഉസ്താദ, നിന്റെ ഗുരുവെ. നല്ല ഇർഷാദി, വഴികാട്ടിയായ. ഇർഷാദ്, സന്മാർഗത്തിലേക്ക് ചേർക്കലുടയവനായ ഉസ്താദിനെ. വഖൈറ ആബാഇൻ, പിതാക്കളിൽ നിന്ന് നല്ല പിതാവിനെയും. കാരണം ഉസ്താദ് പറഞ്ഞാൽ ഏറ്റവും നല്ല വാപ്പയാണ്, ആത്മീയമായ വാപ്പയാണ്. അതാ ഖൈറ ആബായിൻ, വാപ്പമാരിൽ നിന്നുള്ള ഖൈറായവനെ എന്ന് പറഞ്ഞ ഉസ്താദിനെ എന്നാ. ലികുല്ലി ഷാദി, ഇൽമിനെ പഠിക്കുന്ന,
ഏതൊരാൾക്കുമുള്ള യഥാർത്ഥമായ ഏറ്റവും നല്ല ആത്മീയ പിതാവാണ് ഉസ്താദ്. ആ ഉസ്താദിനെ നല്ലോണം ബഹുമാനിക്കണം. 28 വഖദിം ലഹു ഫൽഇഖ്തിബാസി റിഖു വഇൻ തകുൻ കത്തിബിരി വഹുവൽ വരിഖു. വഖദിം ലഹു, നല്ല മനസ്സോടെ ഉസ്താദിന് നീ സേവനം ചെയ്യണം. ഫൽഇഖ്തിബാസു, കാരണം മറ്റൊരാളിൽ നിന്ന് ഇൽമിനെ പഠിക്കുക എന്നത് തന്നെ റിഖുൻ, അതൊരു അടിമത്വമാണ്, അടിമത്ത സമാനമായ കാര്യമാണ്. അടിമ ഉടമയോട് ഖിദ്മത്ത് ചെയ്യണം എന്നതുപോലെ അടിമ പോലെയുള്ള ഈ ശിഷ്യനും തന്റെ ഉസ്താദിനോട് നല്ലവണ്ണം ഖിദ്മത്ത് ചെയ്യണം, സേവനം ചെയ്തു കൊടുക്കണം, സഹായിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം ഈ ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ റിഖുൻ, അതൊരു അടിമത്തത്തോട് തുല്യമായ കാര്യമാണ്. വൈന്തക്കുൻ, വിദ്യാർത്ഥി നീ ആണെങ്കിലും ശരി, കത്തിബിരി, പൊന്നുകട്ട പോലെ. വഹുവലിന്റെ ഉസ്താദാണെങ്കിലോ അൽ വരിക്കു, വെള്ളിയാണ്. ഉസ്താദ് വെള്ളിയാണ്, നീ സ്വർണമാണ്. അതായത് നീ ഉന്നത ജാത കുലനാണ്, വലിയ തറവാട്ടുകാരനാണ്, വലിയ സമ്പന്നനാണ്. ഉസ്താദ് അങ്ങനെയൊന്നുമില്ല. എന്നാലും ഉസ്താദ് എന്നുള്ള നിലക്ക് ആ ഉസ്താദിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യാനും ശിഷ്യൻ തയ്യാറാകണം എന്നർത്ഥം. നമ്പർ 29 വസ്തഫിദ് വഇയകുൻ ബഖാല വൻളുർ ഇലൽ മാഖാലി ലാ മൻ ഖാല. വസ്തഫിദ്, നീ ഇൽമിനെ പഠിച്ചുകൊണ്ടേയിരുന്നോ, ഇൽമിനെ സ്വായത്തമാക്കിക്കൊണ്ടേയിരുന്നോ. വഇൻ യകുൻ, നിന്റെ ഉസ്താദാണെങ്കിലും ബഖാല, ഒരു ബക്കാല കച്ചവടക്കാരനാണെങ്കിലും ഒരു ചീര കച്ചവടക്കാരനാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ശരി. വൻളുർ ഇലൽ മഖാലി, അദ്ദേഹം പറയുന്ന ഇൽമിന്റെ മണികളിലേക്കാണ് നീ നോക്കേണ്ടത്. ലാ മൻ ഖാല, പറഞ്ഞു തന്നവൻ എന്നെക്കാളും സ്ഥാനമുണ്ടോ എന്നല്ല, പറയുന്നത് ഇൽമുടെ ആളാണോ, ആ വാക്കിലേക്കാണ് നീ നോക്കേണ്ടത്. വൻളുർ ഇലൽ മഖാലി ലാ മൻ ഖാല. നമ്പർ 30 വഖ്തഫി ബിൽ വാഹിദി തസ്ദദ് ഖൈറ ഫളല്ല മൻ യസീറു സമ്മ ഖൈറാ. വഖ്തഫി, നീ മതിയാക്കിക്കോ, ബിൽ വാഹിദി, ഒരു ഉസ്താദിനെ കൊണ്ട് മതിയാക്കിക്കോ. എല്ലാ ഫന്നുകളും പ്രാവീണ്യമുള്ള നല്ലൊരു ഉസ്താദാണോ ആദ്യം തെരഞ്ഞെടുത്ത്, ഒരൊറ്റ ഉസ്താദിനെ കൊണ്ട് തന്നെ നീ മതിയാക്കിക്കോ. തസ്ദദ് ഖൈറാ, ഖൈറിനാൽ നീ വളരെയേറെ വർദ്ധിച്ചവനാകും. കാരണം വല്ല പിഴച്ചവനാണ്, മൻ ഒരാള്, യസീറു അവനാകും, സമ്മ ഖൈറ ആകും. സമ്മ ഖൈർ പിശാച്ചിന്റെ പേരാണ്, വസ്വാസ് ഉണ്ടാക്കണ എന്ന അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ സമ്മ ഖൈറ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഒരു മുറക്കബായ ഒരു ഇസ്മു പോലെയായി. ഐ സ്വാഹിബ സമ്മ ഖൈറുൻ. സമ്മ ഖൈർ എന്നതിന്റെ വാക്താവാണ്. സമ്മ ഖൈർ പറഞ്ഞാൽ അവിടെയാണ് ഖൈർ, അവിടെയാണ് ഖൈർ, അവിടെയാണ് ഖൈർ എന്ന് ചിന്തിക്കുക. അപ്പൊ ഏതൊരു ഉസ്താദിന് തോന്നിപ്പിടി അവിടെയാണ് ഖൈർ, അവിടെയാണ് ഖൈർ, അക്കരപ്പച്ചന്റെ ആള് എന്നർത്ഥം. അപ്പൊ സമ്മ ഖൈറിന്റെ സ്വാഹിബായ ഒരുത്തനാണോ, എന്നാൽ അവൻ പിഴച്ചവനാകും, അത് ഗുണകരമല്ല. നല്ല കഴിവുള്ള ഒരു ഉസ്താദാണെങ്കിൽ ആ ഉസ്താദിൽ നിന്ന് എല്ലാ ഫന്നും കാലങ്ങളോളം ലഹും കലാമൻ ലയ്യിനൻ വഇൻ സഖുൽ. വആമിൽ, നീ പെരുമാറിക്കോ. ആമല യുആമിലുന്റെ അംറ് ഹാദിർ. ആമിൽ, നീ പെരുമാറിക്കോല്ല സ്വാബ, നിന്റെ കൂട്ടുകാരോട്, സഹപാഠികളോട്. ബിർരിഫ്കി, വളരെ മയത്തോടുകൂടെ, മൃദുലതയോടുകൂടെ, എപ്പോഴും നല്ല സൗമ്യമായി പെരുമാറണം. വകുല്ലവും, അവരോട് നീ പറയണം, കലാമൻ ലയ്യന്, വളരെ സൗമ്യമായ സംസാരത്തെ പറയണം. എപ്പോഴും ദേഷ്യപ്പെടാതെ നല്ല സൗമ്യമായിട്ട് മാത്രം പെരുമാറുക. വൈൻ സഖുല, അത് നിന്റെ മേൽ ഭാരമായാലും ശരി, നിനക്ക് വലിയ പ്രയാസം തോന്നി ചില നേരത്ത്, അതുപോലെ അവര് പറഞ്ഞതുപോലെ തത്തുല്യമായിട്ട് അങ്ങോട്ട് ശക്തമായി പറഞ്ഞാലോ എന്നൊക്കെ തോന്നും. എന്നാലും ശരി, വൈൻ സഖുല, അത് ഭാരമായാലും നീ അവരോട് വളരെ മൃദുലമായിട്ടും സൗമ്യമായിട്ടും പെരുമാറുക. വഹദർ മിനൽ മീറാഇ വൽ ഈനാദി മഅ കുല്ലി വാഹിദിൻ ബികുല്ലി നാദി. വഹദർ, നീ സൂക്ഷിച്ചോ. മിനൽ മിറായി, തർക്കിക്കലിനെ തൊട്ട് സൂക്ഷിച്ചോ. വൽ ഇനാദി, വെറുതെ അവരുമായി അങ്ങനെ വാഗ്വാദങ്ങളും മത്സരങ്ങളും നടത്തുക, അതിനെ തൊട്ടും നീ സൂക്ഷിച്ചോ. മഅ കുല്ലി വാഹിദിൻ, ഏതൊരാളോടുകൂടെയും ആവശ്യമില്ലാത്ത തർക്കങ്ങളോ മത്സരങ്ങളോ ഒന്നും നീ ചെയ്യാൻ പാടില്ല. ആ മൃദുലമായ സംസാരവും നല്ല പെരുമാറ്റവും മാത്രം കാഴ്ചവെക്കുക. ബി കുല്ലി നാദി, ഏത് വേദിയിലും. നാദി പറഞ്ഞാൽ മജ്ലിസ്, ഏത് വേദിയിലും. വസ്ബിർ അലദ്ദില്ലതി വസ്വാഗാരി വതുലുബ് വലൗ ബിസ്വീനി വൽ ബുൽഗാരി. വസ്ബിർ,
ഇൽമിനെ പഠിക്കുന്ന വിഷയത്തിൽ നീ നല്ലോണം ക്ഷമ കൈക്കൊണ്ടോ. അലദില്ലത്തി, നിനക്ക് ഏത് അപമാനം വന്നാലും ആ അപമാനങ്ങളുടെ മേലൊക്കെ നീ ക്ഷമിച്ചോ. വസ്വകാരി, എളുമത്തരം, പോരായ്മ, ന്യൂനത അനക്ക് ഏൽക്കേണ്ടി വന്നാലും അതിന്റെ മേലെല്ലാം നീ ശരിക്ക് ക്ഷമിച്ചോ. ഇല്ലത്തും സ്വകാറും ഏകദേശം ഒരേ അർത്ഥം. വത്തുലുബ്, നീ ഇൽമിനെ പഠിച്ചുകൊണ്ടേയിരുന്നോ. വലൗ ബിസ്വീൻ, ചൈനയിലാണെങ്കിലും ശരി, അവിടെ രണ്ടർത്ഥം വെക്കാം. വലൗ ബിസ്വീൻ, നീ ചൈനയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആ ഇൽമ് ചൈനയിലാണെങ്കിലും ശരി, രണ്ടർത്ഥവും മഹാന്മാർ വെച്ചിട്ടുണ്ട്. വൽ ബുൽഗാരി, ബൾഗേറിയയിലാണെങ്കിലും ശരി, അവിടെ പോയി ഇൽമു പഠിക്കാൻ വളരെ പ്രയാസമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ദൂരത്തേക്ക് വന്ന് പഠിക്കാൻ പ്രയാസമാണ്. ഏതായാലും ശരി, വലൗ ബിസ്വീൻ, ആ ഇൽമു ചൈനയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ നീ ചൈനയിലാണെങ്കിലും ശരി, രണ്ടർത്ഥവും വെക്കാം. ഹദീസിന്റെ അർത്ഥത്തിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. വൽ ബുൽഗാരി, ബൾഗേറിയയിലാണെങ്കിലും ശരി. അപ്പൊ എത്ര പ്രയാസം സഹിച്ച് ഏത് നാട്ടിലേക്ക് പോകേണ്ടി വന്നാലും, ഏത് നാട്ടിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നാലും ക്ഷമയോടെ ഇൽമു തേടാൻ നീ ശ്രദ്ധിക്കുക എന്നർത്ഥം. ഫഖുദ് വകുൻ മുജ്തഹിദൻ മാറ ആവിർള ബിൽ ജഹിരി വഇശ്ഹിമാറ. ഫഖുദ്, അതുകൊണ്ട് നീ ഇൽമിനെങ്ങനെ തേടി പിടിച്ചുകൊണ്ടേയിരുന്നോ. വക്കുൻ മുജിദ്ദൈദൻ, നീ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നോ. അമാറ, ഉംറിന്റെ ജമ്മ, ഉംറ് പറഞ്ഞ ആയുസ്. അപ്പൊ ആയുസ്സുകളിൽ പറഞ്ഞാൽ നിന്റെ ആയുഷ് കാലങ്ങളിൽ പറഞ്ഞാൽ നിന്റെ ആയുഷിന്റെ മിക്ക ഭാഗവും ഇൽമു പഠിക്കാൻ വേണ്ടി മാത്രം ശുഗലാക്കിക്കോ. അല്ലെങ്കിൽ ഇറുള്ള, നീ തൃപ്തിപ്പെട്ട ബിൽ ജഹലി, അറിവില്ലായ്മ കൊണ്ട്. വൈഷ്, എന്നിട്ട് നീ ജീവിച്ചോ. ഹൈമാറ, കൈതയെ പോലെ യാതൊരു അറിവില്ലാതെ ജീവിച്ചോ. ഇൽമു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറെ കാലങ്ങൾ ക്ഷമയോടുകൂടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലേ ഇൽമു കിട്ടൂ. അതിനൊന്നും നമുക്ക് സാധ്യമില്ലെങ്കിൽ പിന്നെ ഇൽമു കിട്ടൂല. പിന്നെ ഈ ജാഹിലായി കൈത സമാനമായി ജീവിക്കേണ്ടി വരും എന്നർത്ഥം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വസല്ലമ റബ്ബുൽ വറായ ഖൈരി മൻ ഖദ് അല്ലമ. അല്ലാഹു തആല സ്വലാത്ത് ചെയ്യട്ടെ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേല്. വസലാമും, സലാമും അല്ലാഹു തആല ചൊരിയട്ടെ. ആ സ്വല്ലാറിഞ്ഞ ഫായിലാണ് റബ്ബുൽ ബറായ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വലാത്തും സലാമും ചെയ്യട്ടെ. എങ്ങനത്തെ മുഹമ്മദ് നബി? ആ മുഹമ്മദിൻ എന്ന് പറഞ്ഞതിന് വകലാണ് ഖൈരി മൻ ഖദ് അല്ലമ. ഖൈരി മൻ ഖദ് അല്ലമ, പഠിപ്പിച്ചു തന്നവരിൽ ഏറ്റവും ഖൈറായതായ എന്നർത്ഥം. അപ്പം ഏറ്റവും ഉത്തമരായ മുത്തനബിയുടെ മേല് സ്വലാത്തും സലാമും ചൊല്ലട്ടെ. ഖൈരി, മുഹമ്മദ് എന്നുള്ള എനിക്ക് സിഫത്താണത്. ഖൈരി മൻ ഖദ് അല്ലമ. വല്ലാലി വല്ല സുഹാബി മഅമഹൻ ഇഖ്തഫൗ ബിഹിം ബിദീനി അഹ്മദിൻ ഖാദി ഇഖ്തഫൗ. വല്ലാലി, തങ്ങളുടെ കുടുംബത്തിന്റെ മേലും, വല്ല സ്വഹാബി, സഹാബാക്കളുടെ മേലും, മഅമൻ ഇഖ്തഫൗ ബിഹിം, അവരോട് തുടർന്ന ആളുകളോടുകൂടെ അവരുടെ മേലെല്ലാം സ്വലാത്തും സലാമും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ. ബിദീനി അഹ്മദിൻ, ബിദീനി അഹമ്മദിൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ കൊണ്ട് തുടർന്നതായ ആളുകൾ. ഖദിഖ്തഫൗ, അവർ ആ ദീന് കൊണ്ടവർ മതിയാക്കിയിരിക്കുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കൊണ്ട് മതിയാക്കിയതായ, അതായത് മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെ മേലിൽ, അതുപോലെ തന്നെ ആൽ അസ്വാബിന്റെ മേൽ, എല്ലാവരുടെ മേലും അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും സദാ വർഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയായ ഇൽമി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.